Good morning. Good morning, Miss. Okay, good morning. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. Good morning, ma'am. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. നമുക്ക് ഇന്നത്തെ ക്ലാസ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഓൾ മ്യൂട്ട് കൊടുക്കാണ്. ഓക്കെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്നൊരു പുതിയൊരു ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡയാലിസിസ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഇനി നമ്മൾക്ക് എടുക്കാനുള്ള ചാപ്റ്റർ നമ്പർ 11 ആണ്. ആംബുലൻസ് സർവീസസ്. ആംബുലൻസ് സേവനങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആംബുലൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും എന്താണ് വളരെ ഫെമിലിയർ ആണ് അല്ലെ. നമ്മളെല്ലാവരും കാണുന്നതാണ് ആംബുലൻസ്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കുറെ ഇൻഫർമേഷൻസ് മറ്റും ഈ ഒരു ചാപ്റ്ററിന് കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം, ആംബുലൻസ് വായിക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഇൻട്രൊഡക്ഷൻ ഒന്ന് നോക്കാം. എന്താണ് ആംബുലൻസ് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. നോക്കാം. An ambulance is a medically arranged vehicle which transports patients to treatment facilities such as hospitals. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. എന്താണ് ആംബുലൻസ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ പോലെയുള്ള അല്ലെ, ഹോസ്പിറ്റൽ പോലെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റിയിലേക്കൊക്കെ എന്താണ് പേഷ്യൻസിനെ അല്ലെ, രോഗികളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, അവരവിടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാഹനം. അതാണ് നമ്മൾ എന്ത് പറയുന്നത്, ആംബുലൻസ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അതൊന്ന് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ എന്താണ് പറയുന്നത്, ടിപ്പിക്കലി ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ മെഡിക്കൽ കെയർ ഈസ് ഗിവൺ ടു ദ പേഷ്യന്റ് ഡ്യൂറിംഗ് ദ ട്രാൻസ്പോർട്ട്. ഇങ്ങനെ നമ്മള് പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള സേവനമാണ് ആംബുലൻസിൽ കൊടുക്കുന്നത്. ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ മെഡിക്കൽ കെയർ ആണ് അല്ലെ. ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഹോസ്പിറ്റൽ സെറ്റിംഗ്സിന് പുറത്തു കൊടുക്കുന്ന വൈദ്യ ചികിത്സ അല്ലെ. അങ്ങനെയുള്ള ഒരു ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ എന്താണ് പരിചരണങ്ങളാണ് എവിടെ കൊടുക്കുന്നത്, ആംബുലൻസിനടുത്ത് കൊടുക്കുന്നത്. കാര്യം ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടില്ല അല്ലെ. അപ്പൊ അവിടെ എന്താണ് ഹോസ്പിറ്റൽ സെറ്റിംഗ്സിന് പുറത്തു കൊടുക്കുന്ന ചില മെഡിക്കൽ ട്രീറ്റ്മെന്റ് പരിചരണങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സംവിധാനമാണിത് ആംബുലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നോക്കാം. ആംബുലൻസസ് ആർ യൂസ്ഡ് ടു റിയാക്ട് ടു മെഡിക്കൽ എമർജൻസീസ് ബൈ എമർജൻസി മെഡിക്കൽ സർവീസ് അഥവാ EMS കേട്ടോ. അപ്പൊ EMSന്റെ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. EMSന്റെ എന്താണ് ഫുൾ ഫോം, എന്താണ്, എമർജൻസി മെഡിക്കൽ സർവീസ് ആണ് കേട്ടോ. അതായത് പെട്ടെന്ന് കൊടുക്കുന്ന അടിയന്തര പരിചരണങ്ങളുടെയൊക്കെ EMS അല്ലെ, എമർജൻസി മെഡിക്കൽ സേവനത്തിന്റെ ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത് ആംബുലൻസ് അല്ലെ. പെട്ടെന്ന് ഒരു എന്താ പറയാ അടിയന്തര സാഹചര്യം ഉണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിട്ടിക്കൽ സിറ്റുവേഷൻ സമയത്ത് അവർക്കൊരു പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് അല്ലെ ആംബുലൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് എമർജൻസി മെഡിക്കൽ സർവീസിന്റെ ഭാഗമാണ്. ഓക്കെ, പിന്നെന്താണ്, they can swiftly transport paramedics and other first responders to the scene, carry equipment for administering emergency care and to transport patients to hospital or other definitive care. ഇതാണ് പറയുന്നത്. ഈ ഒരു ആംബുലൻസ് എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യുന്നത്, വളരെ വേഗത്തിൽ തന്നെ പാരാമെഡിക്സ് അതുപോലെ തന്നെ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സിലേക്ക് എന്താണ് പെട്ടെന്ന് തന്നെ ആ ഒരു എമർജൻസി സിറ്റുവേഷനിലേക്ക് എത്തിക്കുന്ന ഒരു വാഹനമാണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നി എന്താണ് ഈ പാരാമെഡിക്സ്, എന്താണ് ഈ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് അല്ലെ. എന്താണ് പാരാമെഡിക്സ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഹൈലി എന്താ പറയാ ട്രെയിൻഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആണ് കേട്ടോ. ഏറ്റവും വിദഗ്ധരായിട്ടുള്ള ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള വളരെ പരിശീലനം ലഭിച്ചിട്ടുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആണ്. എന്ത് കാര്യത്തിലാണ്, ഈ പറയുന്ന എമർജൻസി സിറ്റുവേഷൻസ് അല്ലെ, ഈ അടിയന്തര സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും അർജന്റ് കേസുകളൊക്കെ വരുന്ന സന്ദർഭത്തില് രോഗികൾക്ക് പരിചരണം കൊടുക്കുന്നതിന് ഏറ്റവും ട്രെയിൻഡ് ആയിട്ടുള്ള വിദഗ്ധരായിട്ടുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണലുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാരാമെഡിക്സ് എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായില്ലേ? പാരാമെഡിക്സ് അത് സാധാരണ ആംബുലൻസിനകത്ത് ഉണ്ടായിരിക്കും. കാര്യം ഇപ്പൊ ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആംബുലൻസ് അവിടേക്ക് എത്തുന്നു. അപ്പൊ ഏറ്റവും ചിലപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലായിരിക്കും രോഗി കിടക്കുന്നുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അവർക്ക് എന്ത് വേണം, പെട്ടെന്ന് ഒരു അടിയന്തര പരിചരണം അവരെ കൊടുക്കണം അല്ലെ, അവരൊന്ന് ജസ്റ്റ് സ്റ്റേബിൾ ആക്കണം. അതിന് വിദഗ്ധരായിട്ടുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണലുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാരാമെഡിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇനി വരുന്നുണ്ട് ഈ ചാപ്റ്ററിനകത്ത് വരുന്നുണ്ട് പാരാമെഡിക്സ്. അതുപോലെ തന്നെ
ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ്. പേരിൽ തന്നെ നമുക്കറിയാം അല്ലെ, ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് ആണ്. അതായത് ആ ഒരു എമർജൻസി സിറ്റുവേഷനിലേക്ക് ആദ്യം എത്തുന്ന ആളുകളാണ് കേട്ടോ, ഫസ്റ്റ് എത്തുന്ന ആളുകളാണ്. അവരും എന്ത് തന്നെയാണ്, ഇതുപോലെ എമർജൻസി ട്രീറ്റ്മെന്റ്, ഒരു അർജന്റ് കെയർ അല്ലെങ്കിൽ ഒരു അർജന്റ് അസിസ്റ്റൻസ് ഒക്കെ കൊടുക്കുന്നതിന് വിദഗ്ധരായിട്ടുള്ള ആളുകളായിരിക്കും. അപ്പൊ വലിയൊരു ട്രീറ്റ്മെന്റോ ഒരു കോംപ്രിഹെൻസീവ് ട്രീറ്റ്മെന്റോ ഒന്നും അവർക്ക് കൊടുക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒരു പ്രൈമറി കെയർ അവർക്ക് ഒന്ന് അവര് സ്റ്റേബിൾ ആക്കാവുന്ന പാകത്തില് അത്തരത്തിലുള്ള കെയർ ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ആദ്യം എത്തുന്ന ആളുകളെയാണ് ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആര് വേണമെങ്കിലും ആവാട്ടോ, മെഡിക്കൽ പ്രൊഫഷണൽസ് തന്നെ ആണെന്ന് നിർബന്ധമില്ല. ഇപ്പം ഫയർ ഫൈറ്റേഴ്സ് ആയിരിക്കും, ഏതെങ്കിലും ഒരു സ്ഥലത്ത് പെട്ടെന്ന് തീപിടുത്തം ഉണ്ടായി, ആദ്യം ഇവിടേക്ക് എത്തുന്ന ആളുകൾ ആരായിരിക്കും? ഫയർ ഫോഴ്സിന്റെ അല്ലെ, ഫയർ ഫൈറ്റേഴ്സ് ആയിരിക്കും. അവരാണ് അവിടുത്തെ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ്. മനസ്സിലായോ പറഞ്ഞത്? അതുപോലെ ഇപ്പം എന്തെങ്കിലും അക്വാറ്റിക് എമർജൻസി ഒക്കെ വരികയാണ്, ഇപ്പൊ പെട്ടെന്ന് കടല് പുഴയിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് വല്ല മുങ്ങി താഴുമ്പോ അല്ലെങ്കിൽ ഒഴുക്കിൽ പെടുവോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആദ്യം ഇവിടെ എത്തുന്നത് ആരായിരിക്കും? ലൈഫ് ഗാർഡുകളായിരിക്കും അല്ലെ. അപ്പൊ അവിടുത്തെ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് ആരാണ്? ലൈഫ് ഗാർഡുകളാണ്. ആ ഒരു സംഭവ സ്ഥലത്തേക്ക് ആദ്യം എത്തുന്ന ആളുകൾ. അതുപോലെ അങ്ങനെയുള്ള ആളുകളാണ് കേട്ടോ. അപ്പൊ ലൈഫ് ഗാർഡ് ആവാം, ഫയർ ഫൈറ്റേഴ്സ് ആയിരിക്കാം, ഇങ്ങനെയുള്ളവരൊക്കെയാണ് ഫസ്റ്റ് റെസ്പോണ്ടർ. പോലീസ് ഓഫീസേഴ്സ്, എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടായി ഇങ്ങനെ ഒരു അപകടം നടന്ന ആദ്യം ചിലപ്പോൾ എത്തുന്നത് ആരായിരിക്കും? പോലീസുകാരായിരിക്കും അവിടെ എത്തുന്നത് അല്ലെ. അപ്പൊ പോലീസ് ഓഫീസേഴ്സ് ആണ് അപ്പൊ അവിടുത്തെ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ്. സാറിന് വേണ്ടി പറഞ്ഞെന്ന് മാത്രം കേട്ടോ. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പാരാമെഡിക്സ് എന്താണെന്നുള്ളതും ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് എന്താണെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പൊ അങ്ങനെയുള്ള ആളുകള്, അങ്ങനെയുള്ള ജീവനക്കാരെയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു എന്താ പറയാ എമർജൻസി സ്ഥലത്തേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനം, അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു വാഹനമാണ് ആംബുലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദേ ക്യാൻ സ്വിഫ്റ്റ്ലി ട്രാൻസ്ഫർ. സ്വിഫ്റ്റ്ലി എന്ന് വെച്ചാൽ എന്താണ്? വളരെ വേഗത്തിൽ അല്ലെ, പെട്ടെന്ന് തന്നെ they can transport the paramedics and other first responders to the scene. എന്ന് പറഞ്ഞാൽ സീൻ ഓഫ് എമർജൻസി അല്ലെ, എമർജൻസി നടന്നിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്ക് carry the equipment for administering emergency care and transport patients to hospital or other definitive care. അപ്പൊ വെറുതെ പോവാണോ ഈ പാരാമെഡിക്സോ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സും? അല്ല, ഈ പറയുന്ന എന്താണ് ആ ഒരു എമർജൻസി കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായിട്ട് എല്ലാ എക്യുപ്മെന്റ്സും അതിന് വേണ്ട എല്ലാ ഉപകരണങ്ങളൊക്കെ സജ്ജമാക്കിക്കൊണ്ടാണ് അവർ ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത് അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യും? അവിടെ ആളുകളെ എടുത്തിട്ട് ഒരു ഇനീഷ്യൽ സ്റ്റെബിലൈസേഷൻ, സ്റ്റേബിൾ ആക്കിയതിനു ശേഷം അവർ എത്രയും പെട്ടെന്ന് എവിടേക്ക് എത്തിക്കാണ്? ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലേക്ക് അവരെ എത്തിക്കും. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. ജസ്റ്റ് ഒരു ആംബുലൻസ് എന്താണ് എന്നുള്ളതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് അവിടെ കണ്ടത് കേട്ടോ. മനസ്സിലായാലും ആംബുലൻസ് എന്താണ്? അപ്പൊ ആദ്യത്തെ ആ ലൈൻ ഒന്ന് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒന്ന് വായിച്ചു പോവാം നമുക്ക്. ആംബുലൻസ് എന്ന് പറയുന്നത് എമർജൻസി മെഡിക്കൽ സർവീസിന്റെ ഭാഗമാണ് കേട്ടോ. ഈ അതിന്റെ തന്നെ ഭാഗമാണ് ഈ പറയുന്ന പാരാമെഡിക്സ് ആയിക്കോട്ടെ, ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് ആയിക്കോട്ടെ, ഇവരെല്ലാം തന്നെ ഇതിന്റെ ഭാഗമാണ്, എമർജൻസി മെഡിക്കൽ സർവീസിന്റെ ഭാഗമാണ്. ഓക്കെ, ഇനി ഒന്ന് വായിക്കാം നമുക്ക്. An ambulance is a medically arranged vehicle which transports patients to treatment facilities such as hospitals. Okay. Typically, out of hospital medical care is given to the patient during the transport. അല്ലെ, ഹോസ്പിറ്റൽ സെറ്റിംഗ്സിന് പുറത്തുള്ള വൈദ്യപരിചരണം കൊടുക്കുന്ന ഒരു വാഹനമാണ് അല്ലെ അത്. ഓക്കെ, ആംബുലൻസസ് ആർ യൂസ്ഡ് to react to medical emergencies by emergency medical service അഥവാ EMS. എമർജൻസി മെഡിക്കൽ സർവീസിന്റെ ഭാഗമാണ് അല്ലെ ആംബുലൻസ് എന്ന് പറയുന്നത്. They can swiftly transport paramedics and other first responders to the scene, carry the equipment for administering emergency care and transport patients to hospital or other definitive care. Okay, clear അല്ലേ പറഞ്ഞത്? ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? എല്ലാവർക്കും ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, ശരി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആംബുലൻസ് എന്ന വാക്കിന്റെ ഒറിജിനേഷൻ എവിടെന്നാണ്. എവിടെ നിന്നാണ് ഈ ആംബുലൻസ് എന്ന വാക്ക് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്? അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. The term ambulance comes from the Latin word ambulare. അതാണ് ambulare, meaning to walk or move about. കേട്ടോ, എന്താണ് അർത്ഥം? To walk. ടു വാക്ക് എന്ന് പറഞ്ഞ എന്താ? നടക്കുക അല്ലെ, നടക്കുക. മൂവ് അബൌട്ട് എന്ന് പറഞ്ഞ എന്താണ്? നീങ്ങുക. ഓക്കെ, ഈ നടക്കുക, നീങ്ങുക എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു ലാറ്റിൻ പദമായ ആംബുലെയർ. ആംബുലെയർ എന്ന് പറഞ്ഞ എന്ത് വാക്കാണ്? ലാറ്റിൻ ആണ് കേട്ടോ, ഗ്രീക്ക് വേർഡ് അല്ല, ലാറ്റിൻ വാക്കാണ്. ലാറ്റിൻ പദമായിട്ടുള്ള ആംബുലെയർ എന്ന വാക്കിൽ നിന്നുമാണ് ഏത് ടേം ഉണ്ടായത്? ആംബുലൻസ് എന്ന് പറയുന്ന വാക്കുണ്ടായത്.
അപ്പൊ നിങ്ങളോട് ചോദിക്കാം കേട്ടാ. The term ambulance is originated from the Latin word dash എന്നൊക്കെ പറഞ്ഞ് നിങ്ങളോട് ചോദിക്കാം. ഏതാണ് ലാറ്റിൻ വേർഡ്? ആംപുലയർ. അതുപോലെ ഇങ്ങനെയും ചോദിക്കാം, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ലാറ്റിൻ വേർഡ് ആംപുലയർ? ആംപുലയർ എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് എന്താണ്? എന്താണ് മീനിങ്? ടു വാക്ക് ഓർ മൂവ് അബൌട്ട് അല്ലെ, നടക്കുക, നീങ്ങുക എന്നൊക്കെയുള്ള അർത്ഥം വരുന്ന ആംപുലയർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ആംബുലൻസ് എന്ന് പറയുന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച് പഠിക്കാം കേട്ടോ. പിന്നെ എന്താണ്? which is a reference to early medical care where the patients were carried by lifting or wheeling. എങ്ങനെയാണ് ആ വാക്ക് വന്നതെന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളില് നമ്മൾ ഈ രോഗികളെ ലിഫ്റ്റ് ചെയ്യാം, വീൽ ചെയ്യാം. ഓക്കെ, ലിഫ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ പണ്ട് നിങ്ങൾ പണ്ടത്തെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. അന്ന് കാലത്തെന്ന് പറയുന്നത് ഇത്രയും വാഹന സൗകര്യങ്ങളോ അതൊന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടം ഉണ്ട് അല്ലെ. അങ്ങനെയുള്ള സമയത്തൊക്കെ എന്താണ്, രോഗികൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു കസേരയിലൊക്കെ ഇരുത്തി ഒരു 3-4-5 പേരൊക്കെ കൂടി ആ കസേര പിടിച്ചെടുത്ത് ചെയ്യും, ഈ പറയുന്ന ഹോസ്പിറ്റലിലേക്കൊക്കെ എത്തിക്കും. നമ്മൾ സിനിമയിലൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ വീലിംഗ് അല്ലെ, ചിലവര് എന്താണ് ഇപ്പം ഉന്തുവണ്ടിയിലൊക്കെ കൊണ്ടുവന്ന് അല്ലെ, ആ ഉന്തുവണ്ടി വലിച്ച് ഈ പറയുന്ന ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകാറുണ്ട്. കൂടുതലും നമ്മള് ഇന്നല്ല സിനിമകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റില്ല. പണ്ടത്തെ സിനിമകളിലൊക്കെ ഇഷ്ടംപോലെ അങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ അന്ന് അങ്ങനെയായിരുന്നു. ഇന്നത്തെ പോലെയുള്ള വാഹന സൗകര്യങ്ങളൊന്നും അക്കാലത്തില്ലല്ലോ. ആ ഒരു കാലഘട്ടത്തില് ഈ പറയുന്ന രോഗികളെ ലിഫ്റ്റിങ്ങിലൂടെയും വീലിങ്ങിലൂടെ ഒക്കെ കൊണ്ടുപോകുന്ന ഒരു പണ്ടത്തെ ഒരു വൈദ്യകാല പരിചരണം ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ നടക്കുക അല്ലെങ്കിൽ നീങ്ങുക എന്നുള്ളൊരു അർത്ഥം മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അതിൽ നിന്നാണ് ഈ ഒരു ആംബുലൻസ് എന്ന വാക്ക് ഉണ്ടായെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്? വിച്ച് ഇസ് എ റെഫറൻസ് ടു ഏർലി മെഡിക്കൽ കെയർ. ആദ്യകാല പരിചരണമായിരുന്നു. ഇങ്ങനെ വെറുതെ പേഷ്യൻസ് വർ ക്യാരിഡ് ബൈ ലിഫ്റ്റിംഗ് ഓൺ വീൽ. കാലത്തൊക്കെ പേഷ്യൻസിനെ എടുത്തോണ്ട് പോകും അല്ലെ, ചിലപ്പോ കസേരയിൽ ഇരുത്തി അല്ലെങ്കിൽ കിടക്കയോട് കൂടി തന്നെ കട്ടിലോട് കൂടി എടുത്ത് പൊക്കിക്കൊണ്ടൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. ആ ഒരു അർത്ഥത്തിൽ നിന്നാണ് നടക്കുക അല്ലെങ്കിൽ നീങ്ങുക എന്നുള്ള അർത്ഥം വരുന്ന ആംബുലയർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നും ആംബുലൻസ് എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? പിന്നെന്താണ്? there are so many types of ambulance. ഈ ആംബുലൻസ് തന്നെ പല ടൈപ്പ് ഓഫ് ആംബുലൻസുകളുണ്ട്. ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇതിന്റെ സെൻസ് വേറെ ഒന്നുമല്ല, എന്താണ് വലിയ ഡീപ്പായിട്ടല്ല അവര് പറയുന്നത്. ഇന്നാണ് ഇപ്പൊ ആംബുലൻസ് എന്ന് പറയുന്നത് ഒഫീഷ്യൽ വെഹിക്കിൾ എന്നുള്ള രീതിയിൽ ആംബുലൻസ് മാറിയത്. പണ്ട് കാലത്ത് അങ്ങനെയൊന്നുമില്ല. രോഗികളെ എത്തിക്കാനായിട്ട് ഇത് വാഹനം ഉപയോഗിക്കുന്നു, അതാണ് ആംബുലൻസ് എന്നുള്ള രീതിയിൽ അന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ നോക്കൂ, there are so many types of ambulance. ഏതൊക്കെയാണ് ജസ്റ്റ് നമുക്കറിയാവുന്നതാണ്. റോഡ് ഗോയിങ് ആംബുലൻസ് എക്സാമ്പിൾ ഏതൊക്കെയാണ്? മോട്ടോർ സൈക്കിൾ, ബൈസിക്കിൾസ്, ബസ്സസ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഒഫീഷ്യൽ എന്നുള്ള രീതിയിലല്ല ഇവിടെ പറയുന്നത് കേട്ടോ. പണ്ട് കാലത്ത് രോഗികളെ കൊണ്ടുപോകാൻ എന്തൊക്കെ ഉപയോഗിച്ചിരുന്നു എല്ലാം തന്നെ ആംബുലൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നോക്കൂ, റോഡ് ഗോയിങ് ആംബുലൻസ് അല്ലെ, റോട്ടിലൂടെ അല്ലെങ്കിൽ ഹൈവേകളിലൂടെയൊക്കെ പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വാഹനങ്ങൾ അല്ലെ. എക്സാമ്പിൾ മോട്ടോർ സൈക്കിൾ ആവാം, ബൈസിക്കിൾസ് ആവാം, ബസ്സുകളാവാം, അതൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്താം കേട്ടോ. അതുപോലെ തന്നെ എയർ ഗോയിങ് ആംബുലൻസ് അല്ലെ. എയർ ഗോയിങ് പേര് കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം അല്ലെ, എന്തായിരിക്കും? സയൻസ് വേണ്ട കേട്ടോ, അത് തെറ്റി കയറി വന്നതാണ് കേട്ടോ. സയൻസ് ഒന്ന് കട്ട് ചെയ്തിട്ട് വന്നിട്ട് എന്തോ ഒരു വേർഡ് അറിയാതെ കയറി വന്നിരിക്കുന്നതാണ് കേട്ടോ. എക്സാമ്പിൾ. ഓക്കെ, അടുത്തതാണ് എയർ ഗോയിങ് ആംബുലൻസ് കേട്ടോ. എയർ ഗോയിങ് എന്ന് പറയുമ്പോൾ അറിയാലോ, ഊഹിക്കാം അല്ലെ, ഹെലികോപ്റ്റർ, അതുപോലെ തന്നെ എയർ ക്രാഫ്റ്റുകള്, അങ്ങനെ പോകുന്ന ആംബുലൻസ് ഉണ്ട്. നിങ്ങൾ മറ്റേ ഈ സിനിമ കണ്ടിട്ടുണ്ട്, അനാർക്കലി സിനിമ കണ്ടിട്ടില്ലേ? പൃഥ്വിരാജിന്റെ ഒരു സിനിമ. അതിനകത്ത് നമ്മുടെ ലക്ഷദ്വീപിന്ന് അല്ലെ, ലക്ഷദ്വീപിന്ന് സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസിനെ നമ്മുടെ കേരളത്തിലേക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന ഹെലികോപ്റ്റർ ആണ് അല്ലെ, അവരുടെ ആംബുലൻസ് അതാണ് അല്ലെ, ഹെലികോപ്റ്റർ. അത് പല പർപ്പസിന് അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ രോഗികളൊക്കെ വരുന്ന സമയത്ത് അത് ഓർത്താൽ മതി കേട്ടോ. എയർ ഗോയിങ് ആംബുലൻസ് ആണ് ഹെലികോപ്റ്റേഴ്സ്, അതുപോലെ തന്നെ എയർക്രാഫ്റ്റ്. ഓക്കെ, കണ്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? വാട്ടർ ഗോയിങ് ആംബുലൻസസ്. വെള്ളത്തിലൂടെ അല്ലെ, ആ രീതിയിൽ പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ബോട്ട്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഷിപ്സ്. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെ, കൂടുതലൊന്നും പറയാനില്ല. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ആംബുലൻസ് എന്താണ് എന്ന് നമ്മൾ പഠിച്ചു. ആംബുലൻസ് എന്ന് പറയുന്നത് ഒരു എമർജൻസി മെഡിക്കൽ സർവീസിന്റെ ഭാഗമാണ്. അത് മാത്രമല്ലാണ്ടോ നമ്മൾ പറഞ്ഞ പാരാമെഡിക്സ്, ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ്, അത് ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? പാരാമെഡിക്സ് ആരാണെന്നുള്ളതും ഈ പറയുന്ന ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് ആരാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അവരെല്ലാവരും തന്നെ ഇതിന്റെ ഭാഗമാണ്. EMS, അതായത് എമർജൻസി മെഡിക്കൽ സർവീസിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ അത് മാത്രമല്ല, അവർ എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള ആളുകളെ അടിയന്തര സാഹചര്യങ്ങളിലേക്ക് എത്തിക്കുന്നു. അതിന് സജ്ജമാക്കിയിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവര്
പോകുന്നത് അല്ലെ, അതിനുള്ളൊരു വാഹനമാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ആംബുലൻസ് എന്ന വാക്കിന്റെ ഒറിജിനേഷൻ എവിടെ നിന്നാണ്? അത് ടു വാക്ക് ഓർ മൂവ് അബൌട്ട്, നടക്കുക, നീങ്ങുക എന്നൊക്കെ അർത്ഥം വരുന്ന ആംബുലെയർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നും. പേരെടുത്ത് പറയാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഫ്രഞ്ച്, ഗ്രീക്ക് എന്നൊക്കെ പറഞ്ഞു തരൂ കേട്ടോ. അപ്പൊ മാറിപ്പോകരുത്. ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ഏത് വാക്കുണ്ടായത്? ആംബുലൻസ് എന്ന് പറയുന്ന വാക്ക് ഉണ്ടായത്. ക്ലിയർ? ഓക്കെ, ഇനി നമ്മൾ അതിലേക്ക് കൂടുതൽ കടക്കാനായിട്ട് പോവാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് ഫങ്ഷണൽ ടൈപ്സ് ആണ് കേട്ടോ. ഫങ്ഷണൽ ടൈപ്പ് എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, ഓരോ ആംബുലൻസും എന്ത് ഫങ്ഷൻ ആണ് അവിടെ ചെയ്യുന്നത്, എന്ത് പ്രവർത്തനമാണ് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നത്, അതിനെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ ഫങ്ഷണൽ ടൈപ്പ് എന്ന് പറഞ്ഞ് തിരിച്ചേക്കുന്നത് കേട്ടോ. അത് ഏകദേശം നമുക്കൊരു 7 എണ്ണം പഠിക്കാനുണ്ട്. സിമ്പിൾ ആണ് കേട്ടോ, നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഫസ്റ്റ് നമുക്ക് നോക്കാം എമർജൻസി ആംബുലൻസ് കേട്ടോ. ഫങ്ഷണൽ ടൈപ്പ് മനസ്സിലായി, എന്ത് ഫങ്ഷൻ ആണോ അവർ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് പലതായിട്ട് നമ്മൾ തിരിക്കുകയാണ് ആംബുലൻസ്. ഓക്കെ, ഫസ്റ്റ് വരുന്നത് എമർജൻസി. എന്താണ്? സാൻസ് മീൻസ് വാൻസ് എന്നാണ് അല്ലെ. ഓക്കെ, ചിലപ്പോ സാൻസ് അതിൽ വാൻസ് ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. ഓക്കെ, അപ്പൊ ഇതിലേക്ക് വരാം കേട്ടോ. ഫങ്ഷണൽ ടൈപ്പ് ഒന്നാമത്തത് എമർജൻസി ആംബുലൻസ്. പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ, എമർജൻസി ആണ്. അപ്പൊ അടിയന്തര സാഹചര്യങ്ങളിൽ, അതായത് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ, സിവിയർ ആയിട്ട് ഇഞ്ചേർഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ രോഗാവസ്ഥയുള്ള ആളുകളെയൊക്കെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആംബുലൻസ് ആണ് അല്ലെ. നമുക്ക് വായിക്കാം. The most usual mode of ambulance which gives care to patients with a critical illness or injury. Okay, എമർജൻസി കേസ് ആണ് അല്ലെ. വളരെ ഗുരുതരമായിട്ട് പരിക്ക് പറ്റിയിട്ടുള്ള, ഇഞ്ചേർഡ് ആയിട്ടുള്ള ആളുകളെയൊക്കെ, രോഗാവസ്ഥയിലുള്ള ആളുകളെയൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ ചുറ്റും കാണപ്പെടുന്ന ആ ഒരു യൂഷ്വൽ മോഡ് ഓഫ് ആംബുലൻസ് തന്നെയാണ് ഇവിടെ എമർജൻസി ആംബുലൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കുക, ദീസ് ക്യാൻ ബി, നമ്മൾ നേരത്തെ ഈ പറഞ്ഞ പോലത്തെ റോഡ് ഗോയിങ് വാൻസ് ആവാം, ഓക്കെ, ബോട്ട്സ് ആവാം, ഹെലികോപ്റ്റേഴ്സ് ആവാം, ഫിക്സഡ് വിങ് എയർക്രാഫ്റ്റ്, അതായത് എയർ ആംബുലൻസസ് ആവാം, ഓർ ഈവൻ കൺവെർട്ടഡ് വെഹിക്കിൾസ് സച്ച് എസ് ഗോൾഫ് കാർട്ട്. ഗോൾഫ് കാർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഈ സ്റ്റേഡിയത്തിനകത്ത് നിങ്ങൾ മറ്റേ ഫുട്ബോളും മറ്റേ ക്രിക്കറ്റൊക്കെ വരുന്ന സമയത്ത് കാണാൻ പറ്റും. സ്റ്റേഡിയത്തിനകത്ത് കൂടെ പോകുന്ന ഒരു വാൻ കണ്ടിട്ടില്ലേ? വാൻ അല്ല, ഒരു വെഹിക്കിൾ കണ്ടിട്ടില്ല. അതാണ് ഈ ഗോൾഫ് കാർട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഗോൾഫ് കാർട്ടിനെയും കൺവെർട്ട് ചെയ്തിട്ട് ഗോൾഫ് കാർട്ട് ആംബുലൻസ് ഒക്കെ ആയിട്ട് മാറ്റാറുണ്ട്. അങ്ങനെയുള്ളതൊക്കെ ഏതിനകത്ത് പെടും? എമർജൻസി. നിങ്ങൾക്ക് ഈ ചിത്രം കാണാൻ പറ്റുമോ? ഞാൻ കാണിച്ച് കാണാൻ പറ്റുമോ നിങ്ങൾക്ക്? ചിത്രം കാണുന്നുണ്ടാ? ഈ സംഭവമാണ് കേട്ടോ ഗോൾഫ് കാർട്ട്. മനസ്സിലായ? കാണുന്നുണ്ടാ? ഓക്കെ ഓക്കെ ഓക്കെ. ഇത് നോക്കൂ, കുറച്ചൊരു ക്ലാരിറ്റി ഇതിന് സിസ്റ്റത്തിന് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, ഇതൊരു ആംബുലൻസ് ആണ് കേട്ടോ. അതായത് നമ്മുടെ ഗോൾഫ് കാർട്ടിനെ ആംബുലൻസ് ആക്കിയിട്ട് മാറ്റുന്നത്. പ്ലസ് സൈനൊക്കെ ഇട്ടിട്ടാണ് കണ്ട സംഭവം. ഗോൾഫ് കാർട്ടിനെ കൺവെർട്ട് ചെയ്തിട്ട് ഒരു ആംബുലൻസ് പോലെ ആക്കിയിട്ടാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള വാഹനങ്ങൾ കേട്ടോ. കണ്ടാ നിങ്ങള്? കാണാൻ പറ്റിയാണ്. അപ്പം അങ്ങനെയുള്ള വാഹനങ്ങൾ കേട്ടോ, ഗോൾഫ് കാർട്ടിനെ കൺവെർട്ട് ചെയ്ത് ആംബുലൻസ് ഒക്കെ ആക്കി മാറ്റാം. അത്തരം വാഹനങ്ങളൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്, എമർജൻസി ആംബുലൻസിന് എക്സാമ്പിൾ ആണ്. വേറൊന്നുമല്ല, അവിടെ നമ്മൾ ചിന്തിക്കുക എമർജൻസി ഉള്ള ആളുകൾ എന്ന് വെച്ചാൽ ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള അല്ലെങ്കിൽ ക്രിട്ടിക്കലി ഇഞ്ചേർഡ് ആയിട്ടുള്ള ആളുകളെയൊക്കെ കൊണ്ടുപോകുന്ന നമ്മളൊക്കെ സാധാരണ കാണുന്ന യൂഷ്വൽ മോഡ് ഓഫ് ആംബുലൻസ് കേട്ടോ. അതിനെയാണ് എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. അടുത്തതാണിത് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് കേട്ടോ. പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്. ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഓൺലി എന്താണ്? ജസ്റ്റ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ. ഇത്ര മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ആളുകൾ എന്ത് ചെയ്യാം? ട്രാൻസ്പോർട്ട് ചെയ്യാം. വേറൊരു പരിചരണോ കാര്യങ്ങളോ ഒന്നും അതിനകത്ത് കൊടുക്കുന്നില്ല. അതേസമയം നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കി, നമ്മൾ പറഞ്ഞ എമർജൻസി ആംബുലൻസ് എന്ന് പറയുമ്പോൾ എമർജൻസി ഉള്ള രോഗികളെയാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അവിടെ അത്യാവശ്യം ആ ആംബുലൻസിനകത്ത് അത്യാവശ്യം എന്തൊക്കെ ഉണ്ടാവും? സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. പെട്ടെന്ന് ആ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കാനുള്ള എന്തെങ്കിലും എക്യുപ്മെന്റ്സും സജ്ജീകരണങ്ങളൊക്കെ ആ ഒരു ആംബുലൻസിനകത്ത് ഉണ്ടായിരിക്കും. അതേസമയം പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ജസ്റ്റ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ പർപ്പസ് കേട്ടോ. ആളുകളെ ജസ്റ്റ് കൊണ്ടുവന്നാക്കുക, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാം, തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കുക, അങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻ പർപ്പസ് മാത്രമേ അവിടെ ഉദ്ദേശിക്കുന്നു. എന്ന് പറഞ്ഞാല് അവിടെ വലിയൊരു എന്താ പറയാ അർജന്റ് കെയർ ഒന്നും അവിടെ കൊടുക്കുന്നില്ല കേട്ടോ. അപ്പൊ അത് മനസ്സിലാക്കാം. നമുക്ക് വായിക്കാം. എ വെഹിക്കിൾ വിച്ച് ഹാസ് ദ ഡ്യൂട്ടി ഓഫ് ട്രാൻസ്പോർട്ടിംഗ് പേഷ്യൻസ് ടു from or between the location of medical treatment such as hospital
or dialysis center for non-urgent care. കേട്ടോ, നോൺ അർജന്റ് കെയർ ആണ്. അർജന്റ് കെയർ ഒന്നും കൊടുക്കേണ്ട കേസുകളല്ല. രോഗികളെ നമ്മളിപ്പോ പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ നമ്മൾ പഠിച്ച ഡയാലിസിസ് അല്ലെ, ആഴ്ചയിൽ ചിലപ്പോ 2-3 പ്രാവശ്യമൊക്കെ നമുക്ക് ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക, തിരിച്ചവിടെ നിങ്ങൾ കൊണ്ടുവരിക. അതിന്റെ ഇടയ്ക്കുള്ള ആ ഒരു ട്രാവലിംഗ്, ആ ട്രാൻസ്പോർട്ടേഷൻ, അതിന് വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള ആംബുലൻസ് ആണ് കേട്ടോ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. ദീസ് ക്യാൻ ബി വാൻസ്. അതിപ്പോ നമ്മൾ കാണുന്ന ഒഫീഷ്യലി കാണുന്ന ആംബുലൻസ് തന്നെ വേണമെന്നില്ല, ട്രാൻസ്പോർട്ടേഷൻ പർപ്പസ് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അത് വേണമെങ്കിൽ വാനുകളാവാം, ബസ്സസ് ആവാം അല്ലെ, ബസ്സുകളാവാം, അതർ വെഹിക്കിൾസ്, എന്ത് വാഹനങ്ങൾ വേണമെങ്കിലും ആവാം. അവിടെ എന്ന് പറയുമ്പോൾ വേറെ പരിചരണം ഒന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് അവരെ ട്രാൻസ്പോർട്ട് ചെയ്യുക, അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം, അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരാം, അങ്ങനെയൊക്കെയുള്ളത്. ഈ അടുത്ത കാലത്ത് നിങ്ങൾ വാർത്തയിലൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ഫേസ്ബുക്കിൽ ഉണ്ടാകുന്ന വാർത്തയിൽ വന്നിരുന്നു, ഒരു സ്ത്രീ ഇങ്ങനെ KSRTC ബസ്സില് ഡെലിവറി പെയിൻ വന്നിട്ട് പിന്നെ പ്രസവിച്ചു. ഹോസ്പിറ്റൽ KSRTC ബസ്സിനകത്ത് വെച്ചിട്ടുണ്ട്. ആ ബസ് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. അവിടെ എത്തിയപ്പോഴേക്കും ഈ സ്ത്രീ പ്രസവമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വാർത്ത നിങ്ങൾ എങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നോ? അതെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടെ ആംബുലൻസ് അല്ല, എങ്കിൽ കൂടി ആ വാഹനം അവിടെ ട്രാൻസ്പോർട്ട് ചെയ്ത് എത്തിക്കുന്നുണ്ട് അല്ലെ. വെറുതെ ഇത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ ദീസ് ക്യാൻ ബി വാൻസ്, ബസ്സസ് ഓർ അതർ വെഹിക്കിൾസ്. മനസ്സിലായോ? പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ഒന്നുമില്ല, സിമ്പിൾ ആണ്, പെട്ടെന്ന് മനസ്സിലാവും. അടുത്തതാണ് ഇത് ആംബുലൻസ് ബസ് കേട്ടോ. ആംബുലൻസ് ബസ് അതിന്റെ ഒരു ചിത്രം കിടക്കുന്നുണ്ട്. പെട്ടെന്ന് മനസ്സിലാവും. കാണാൻ പറ്റുന്നുണ്ടാവും? കാണുന്നുണ്ടോ നിങ്ങൾക്ക് ചിത്രം? കാണുന്നുണ്ടോ? പോയാ? അതെ, കണ്ട, ഇതാണ് ആംബുലൻസ് ബസ് കേട്ടോ. കണ്ട, സാധാരണ ബസ് തന്നെ, പക്ഷെ നമ്മള് സാധാരണ ബസ്സല്ല, ടൂറിസ്റ്റ് ബസ്സൊക്കെ പോലെ കാണില്ലേ, അങ്ങനത്തെ. ഇത് നോക്കൂ, ഇതൊരു എയർ ആംബുലൻസ് ആണ്. അതിന്റെ പ്രത്യേകത എന്തായിരിക്കും? വലിയ ബസ്സാണ്, ടൂറിസ്റ്റ് ബസ്സൊക്കെ പോലത്തെ ഭയങ്കര വലിപ്പമുള്ള ബസ്സാണ്. ഇതിന്റെ അകത്ത് നമുക്ക് സാധാരണ ആംബുലൻസിൽ 1-2 ആളുകളെയൊക്കെയല്ലേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതാവുമ്പോ എന്താണ്, ഒരു ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസിനെ നമുക്ക് അബ്രോഡ് ഉണ്ട്, അതെ, പുറത്തുണ്ട്. പുറത്ത് ധാരാളമായിട്ട് കാണും. നമ്മുടെ നാട്ടിലൊന്നും അധികം കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അബ്രോഡ് ആയിരിക്കും കൂടുതലുള്ളത് കേട്ടോ. കണ്ടോ, ഇതാണ് കേട്ടോ എയർ ആംബുലൻസ്. അപ്പൊ സാധാരണ ടൂറിസ്റ്റ് ബസ് ഒക്കെ കാണുന്ന പോലെ എത്രയുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള ബസ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ, എയർ ആംബുലൻസ്. നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നില്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ആംബുലൻസ് ബസ്സാണ് കേട്ടോ. നോക്കുക, എ ഹ്യൂജ് ആംബുലൻസ് യൂഷ്വലി ബേസ്ഡ് അപ്പോൺ എ ബസ് ചാസിസ്. ചാസിസ് മീൻസ് ചാസിസ്, പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് അറിയില്ല, ഷാസിസ് എന്നാണ് കേട്ടോ പറയാം, ഷാസിസ് എന്നാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ. ഓക്കെ, അതായത് ചട്ടക്കൂട്, ഫ്രെയിം വർക്ക് എന്നൊക്കെയുള്ള അർത്ഥമുണ്ട് കേട്ടോ. എ ഹ്യൂജ് ആംബുലൻസ് യൂഷ്വലി ബേസ്ഡ് അപ്പോൺ എ ബസ് ചാസിസ് എന്ന് പറയുന്നത്, എനിക്കത് പറയാനപ്പം, ദാറ്റ് ക്യാൻ മൂവ് ഔട്ട് ആൻഡ് ട്രാൻസ്പോർട്ട് എ ഗ്രേറ്റ് നമ്പർ ഓഫ് പേഷ്യൻസ്. നമ്മൾ കണ്ടില്ലേ ചിത്രത്തിൽ, സാധാരണ ഒരു ബസ്സിന്റെ ഒരു ഫ്രെയിം വർക്ക് ആയിരിക്കും, ആ ഒരു ചട്ടക്കൂടിൽ നിൽക്കുന്നതാണ്, വലിയ ആംബുലൻസ് ആണ്. അതിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ക്യാൻ മൂവ് ഔട്ട് ആൻഡ് ട്രാൻസ്പോർട്ട് എ ഗ്രേറ്റ് നമ്പർ ഓഫ് പേഷ്യൻസ് കേട്ടോ. ധാരാളം രോഗികളെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ഒരു ഹ്യൂജ് ആയിട്ട് എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ നടന്നൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒരുപാട് ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ അറ്റേ ടൈമിൽ തന്നെ നമുക്ക് ഒത്തിരി പേഷ്യൻസിനെ കൊണ്ടുപോകാനും ഈ പറയുന്ന പരിചരണമൊക്കെ കൊടുക്കുന്നതിനും സജ്ജമായിട്ടുള്ള ഒരു ആംബുലൻസ് ആണ് കേട്ടോ. ദാറ്റ് ഈസ് കോൾഡ് ആംബുലൻസ് ബസ്. ഓക്കെ, അടുത്തതാണ് ഇത് ചാരിറ്റി ആംബുലൻസ്. പേരിൽ തന്നെ നമുക്കൊന്ന് ഊഹിക്കാൻ പറ്റും, ചാരിറ്റി ആംബുലൻസ് ആണ്. ഇവിടെ ചാരിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, അതായത് ഒരുപാട് കാലമായിട്ട്, അതായത് ഒരുപാട് നാള് ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കും അല്ലെ. പേഷ്യൻസ് എന്ന് പറയുമ്പോൾ അത് കുട്ടികളും ഉണ്ടാവും, മുതിർന്നവരും ആര് വേണമെങ്കിലും ഉണ്ടാവും. അതുപോലെ ഡിസേബിൾ ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും അല്ലെ. കുറെ കാലത്തോളം ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഇരിക്കുന്ന രോഗികൾ. അങ്ങനെയുള്ള രോഗികളെ ജസ്റ്റ് അവർ ഔട്ടിങ്സിന് കൊണ്ടുപോകാം. ഓക്കെ, അവർക്കൊരു മാനസിക ഉല്ലാസം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവരെ പുറത്തേക്ക് കൊണ്ടുപോവുക, അല്ലെങ്കിൽ വെക്കേഷൻസിനൊക്കെ കൊണ്ടുപോകുക, അങ്ങനെ അതിന് വേണ്ടിയിട്ട് സജ്ജമാക്കിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ആംബുലൻസ് ആണ് ചാരിറ്റി ആംബുലൻസ് എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ച് അവര് ദീർഘനാളായിട്ട് ഹോസ്പിറ്റലിൽ തന്നെ അങ്ങനെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന രോഗികളാവും അല്ലെ. അപ്പൊ അതേ ഫെസിലിറ്റികൾ തന്നെ ഇതിനകത്ത് ഉണ്ടാവും ഈ പറയുന്ന ആംബുലൻസിന്.
കൊടുക്കും. ആ രീതിയിൽ അവരെ ഔട്ടിങ്സിന് കൊണ്ടുപോവാം, വെക്കേഷൻസിനൊക്കെ അവർക്ക് പിൽഗ്രിമേജ് അങ്ങനെയൊക്കെ എന്തെങ്കിലും അവർക്കൊരു മെന്റൽ പ്ലഷർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ സജ്ജമാക്കിയിട്ടുള്ള ആംബുലൻസ് ആണ് കേട്ടോ ചാരിറ്റി ആംബുലൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് നമുക്കൊന്ന് ജസ്റ്റ് വായിക്കാം. A peculiar mode of patient transport ambulance is given by a charity for the purpose of taking sick children or adults on outings or vacations away from hospitals, hospices or care homes where they are in long-term care. അല്ലെ, ചില രോഗികള് നമ്മള് ക്ലാസിഫിക്കേഷൻ ഒക്കെ പഠിച്ചപ്പോ പറഞ്ഞില്ലേ, ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞു അല്ലെ. അതായത് ദീർഘനാളായിട്ട് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്ന രോഗികളുണ്ടാവും. ഡിസേബിൾ ആയിട്ടുള്ള മുതിർന്നവരായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, അവരെയൊക്കെ എന്താണ് ഒരു ഔട്ടിങ്സിന് അല്ലെങ്കിൽ ഒരു വെക്കേഷനൊക്കെ കൊണ്ടുപോകാനായിട്ട് സജ്ജമാക്കിയിട്ടുള്ള അതൊരു ചാരിറ്റിയുടെ ഭാഗമാണ് കേട്ടോ. കാര്യം നമുക്ക് ട്രീറ്റ്മെന്റ് മാത്രമല്ല, ഇവിടെ ഒരു മാനസികോല്ലാസം വേണം അല്ലെ. നമ്മുടെ മനസ്സ് സ്ട്രോങ് ആയാലാണ് നമ്മുടെ ബോഡി അതിനനുസരിച്ച് സ്ട്രോങ് ആവുള്ളൂ അല്ലെ. അവർക്കൊരു മെന്റൽ പ്ലഷറിന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ആംബുലൻസ് ആണ് കേട്ടോ ചാരിറ്റി ആംബുലൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ ഒന്ന് ഓർത്ത് വെക്കാം. എക്സാമ്പിൾ ഇൻക്ലൂഡ് ദ യുണൈറ്റഡ് കിങ്ഡംസ് ജംബുലൻസ് പ്രോജക്ട് കേട്ടോ. ജംബുലൻസ് പ്രോജക്ട് UK ബേസ്ഡ് ആയിട്ടുള്ള ഈ ജംബുലൻസ് എന്ന് പറയുന്നത് ഒരു UK ബേസ്ഡ് അല്ല, ലണ്ടൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചാരിറ്റി ട്രസ്റ്റ് ആണ് കേട്ടോ. ഒരു ട്രസ്റ്റ് ആണത്. ആ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തനം ചെയ്യുന്ന ഒരു പ്രൊജക്ട് ആണത്. ജംബുലൻസ് പ്രോജക്ട് എന്നാണ് പറയാ. ഈ ജംബുലൻസ് പ്രോജക്റ്റിന് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഡിസേബിൾ ആയിട്ടുള്ള അതുപോലെ സുഖമില്ലാത്ത ആളുകളെയൊക്കെ അവരെങ്ങനെ ദീർഘനാള് ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്ന പേഷ്യൻസ് ഇല്ലേ, അവരെങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അവരെങ്ങനെ ഔട്ടിങ്സിനും വെക്കേഷനിലൊക്കെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് ജംബുലൻസ്. അപ്പൊ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാം, ജംബുലൻസ് പ്രോജക്ട് ഈസ് എക്സാമ്പിൾ ഫോർ ഡാഷ് ടൈപ്പ് ഓഫ് ആംബുലൻസ്. ഏതാണ്? ചാരിറ്റി ആംബുലൻസ് ആണ് കേട്ടോ. അത് നമ്മുടെ നാട്ടിൽ ഇല്ല, അധികം കണ്ടിട്ടില്ല. ഇങ്ങനെ UK ബേസ്ഡ് ആയിട്ട് ഉണ്ട് കേട്ടോ ജംബുലൻസ് പ്രോജക്ട്. ദീസ് ആർ കോമൺലി ബേസ്ഡ് ഓൺ എ ബസ്. അപ്പൊ സാധാരണ ഇത് എന്തായിരിക്കും? ഒരു ബസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള വാഹനമായിരിക്കും. കാര്യം ഒരു ബസ് പോലത്തെ വാഹനമായിരിക്കും. അങ്ങനെ ഒരുപാട് ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്ത് കൊണ്ടുപോകണല്ലോ. ഒന്നോ രണ്ടോ ആൾക്കാരല്ല, ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അവരെ ഒരേ സമയം കൊണ്ടുപോകണമെങ്കിൽ ഒരു ബസ് വേണം. ഒരു ബസ്സിന്റെ രൂപത്തിലുള്ള ആംബുലൻസ് ആയിരിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ ചാരിറ്റി ആംബുലൻസ്. അടുത്തതാണ് ഇത് ബാരിയാട്രിക് ആംബുലൻസ് കേട്ടോ. ബാരിയാട്രിക് ആംബുലൻസ്. ബാരിയാട്രിക്സ് എന്ന് ശരിക്കും പറയുന്നത് നമ്മുടെ ഒരു ബ്രാഞ്ച് ഓഫ് മെഡിസിൻ തന്നെയാണ് കേട്ടോ. മെഡിസിന്റെ ഒരു ബ്രാഞ്ച് ആണ്. കാര്യം വന്നിട്ട് ഈ അമിതവണ്ണമുള്ള ആളുകളിലെ ഭാരം കൂടിയിട്ടുള്ള ആളുകള്, അവരുടെ അമിതവണ്ണം, അതിനുള്ള കാരണങ്ങള്, അവർക്കുള്ള ചികിത്സ, അതുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന ഒരു വൈദ്യശാസ്ത്ര മേഖലയുണ്ട്, ശാഖയുണ്ട്. അതാണ് ബാരിയാട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമുക്ക് ബാരിയാട്രിക് ആംബുലൻസ് എന്താണെന്ന് ഊഹിക്കാൻ പറ്റുമല്ലോ. എന്തായിരിക്കും? അമിതവണ്ണമുള്ള ആളുകളെ ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അവരെ ചിലപ്പോൾ അമിതം എന്ന് വെച്ചാൽ എക്സ്ട്രീംലി ഓവർ വെയ്റ്റഡ് ആയിട്ടുള്ള ആളുകളെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളവർക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടും അത് അവരെടുത്ത് പൊക്കി കൊണ്ടുപോകാൻ ചിലപ്പോൾ നമ്മളെ സാധാരണ ആളുകൾക്ക് ചിലപ്പോൾ അവരെ പൊക്കി എടുക്കാൻ പറ്റിയെന്നൊന്നും വരില്ല അല്ലെ. അങ്ങനെയുള്ള രോഗികളെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് അതിനനുസരിച്ചുള്ള ടൂൾസുകളൊക്കെ ഉള്ള ഒരു ആംബുലൻസ് ആണ് കേട്ടോ ബാരിയാട്രിക് ആംബുലൻസ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിന് തന്നെ കുറച്ച് ചിത്രങ്ങൾ വരുന്നുണ്ട്. ഈ ചിത്രം കണ്ടോ നിങ്ങള്? ഈ ചിത്രം കണ്ടോ? ഇവിടെ ഒരു ഇത് കണ്ടോ? ഇതൊക്കെ ഇങ്ങനെയുള്ള സൗകര്യങ്ങളാണ്. അതായത് ഈ ബാരിയാട്രിക് ആംബുലൻസ് ആണ് ഇവിടെ കണ്ടോ. ഇത്തരം ഇതെന്ന് പറയുമ്പോൾ നല്ല ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ളവര് ഇതാക്കുന്നത് നമുക്ക് അല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവര് ജസ്റ്റ് ഇതിലേക്ക് ലിഫ്റ്റ് ഇതാക്കി കഴിഞ്ഞാൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് കേട്ടോ. നമുക്കൊന്ന് വായിക്കാം. ബാരിയാട്രിക് ആംബുലൻസ്. A peculiar mode of patient transport ambulance designed for extremely overweight patients. Underline ചെയ്ത് വെക്കാം കേട്ടോ. Extremely overweight patients equipped with the proper tools to move and manage these patients. ഇങ്ങനെ അമിതവണ്ണമുള്ള രോഗികളെയൊക്കെ മാനേജ് ചെയ്യാനും അവരെ ലിഫ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്ന തരത്തിൽ പ്രോപ്പർ ടൂൾസുകളോട് കൂടിയിട്ടുള്ള ഒരു ആംബുലൻസ് ആണ് ബാരിയാട്രിക് ആംബുലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ഇത് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്. റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്. പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ അല്ലെ. എന്തായിരിക്കും ഇത്? കളക്ട്സ് ദ ബോഡീസ് ഓഫ് ഇൻഡിവിജ്വൽസ് who have died suddenly from heart attacks, accidents and other emergencies and try to preserve the organs. ഇപ്പൊ ഹാർട്ട് അറ്റാക്കോ മറ്റെന്തെങ്കിലും ആക്സിഡന്റോ എന്തെങ്കിലും അത്യാഹിതത്തിൽ പെട്ടിട്ട് ആളുകൾ മരിക്കുകയാണെങ്കിൽ മരണപ്പെടുന്ന അവരുടെ ആ ഒരു ബോഡീസ് കളക്ട് ചെയ്യാനും അതുപോലെ ആ അവയവങ്ങള് എത്രയും പെട്ടെന്ന് തന്നെ പ്രിസർവ് ചെയ്യാനായിട്ട് കേട്ടോ.
അങ്ങനെയുള്ള ഒരു അത്തരം സംവിധാനങ്ങൾ, അത്തരം സൗകര്യങ്ങളുള്ള ഒരു ആംബുലൻസ് ആണ് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്. ഇപ്പൊ അവരുടെ ഓർഗൻസ് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അത് വേറെ പല കാര്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അല്ലെ. അപ്പൊ അങ്ങനെ മരണപ്പെട്ടിട്ടുള്ള രോഗികളെ അവരുടെ ബോഡി കളക്ട് ചെയ്യുക, അവരുടെ ഓർഗൻസിന് പെട്ടെന്ന് കേടുപാടുകൾ വരാതെ അതിനെ എത്രയും പെട്ടെന്ന് പ്രിസർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സജ്ജമാക്കിയിട്ടുള്ള ആംബുലൻസ് ആണ്. അതുകൊണ്ടാണ് ആ പേര് റാപ്പിഡ് ഓർഗൻ റിക്കവറിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആംബുലൻസ് ആണ് കേട്ടോ, റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്. ഓക്കെ, അടുത്തതാണ് ഇത് സൈക്യാട്രിക് ആംബുലൻസ്. പേരിൽ തന്നെ മനസ്സിലാക്കാം അല്ലെ. ഈ മനോരോഗമുള്ള ആളുകൾക്ക് അല്ലെ, മെന്റൽ ഇൽനെസ് അങ്ങനെയൊക്കെയുള്ള ആളുകളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ആംബുലൻസ് ആണ് സൈക്യാട്രിക് ആംബുലൻസ് എന്ന് പറയുന്നത് കേട്ടോ. ദ ആംബുലൻസ് കമ്മിറ്റഡ് ടു ട്രീറ്റ് ദ സൈക്യാട്രിക് എമർജൻസീസ്. മനോരോഗമുള്ള ആളുകള് നമ്മുടെ CID ന്യൂസൊക്കെ കണ്ടിട്ടില്ലേ, സനകുമാർ പുള്ളി പ്രാന്താശുപത്രിയിൽ ചാടിപ്പോയിട്ട് പുള്ളിനെ പിടിക്കാനായിട്ട് ഒരു ആംബുലൻസ് വരുന്നുണ്ട്. അതിനകത്ത് ആംബുലൻസിൽ കുറെ ആൾക്കാരെ പല വിഷയം പിടിക്കാതിരുന്നു അതിനകത്ത്. അങ്ങനെയുള്ള ആംബുലൻസ് കേട്ടോ. ഓക്കെ, സൈക്യാട്രിക് ആംബുലൻസ് എന്ന് പറഞ്ഞാൽ ആംബുലൻസ് കമ്മിറ്റഡ് ടു ട്രീറ്റ് സൈക്യാട്രിക് എമർജൻസീസ്. ഓക്കെ, ഇതെല്ലാം എന്താണ്, ഫങ്ഷണൽ ടൈപ്സ് ആണ് നമ്മൾ കണ്ടത്. വേറൊന്നുമല്ല, അവർ എന്ത് ഫങ്ഷൻ ആണോ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ തരംതിരിച്ചതാണ്. ഏതൊക്കെയാണ്? എമർജൻസി ആംബുലൻസ്, അറിയാലോ, എമർജൻസി കേസുകൾ, ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റ ആളുകളൊക്കെ കൊണ്ടുപോകുന്നതിനുള്ള ആംബുലൻസ്. ഏഷ്യൻ ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുമ്പോൾ നോൺ അർജന്റ് കെയർ ആണ് കേട്ടോ. അവിടെ ഒരു പരിചരണത്തിനൊന്നുമല്ല പ്രാധാന്യം, ജസ്റ്റ് ഓൺലി ഫോർ ട്രാൻസ്പോർട്ടേഷൻ പർപ്പസ്, അത്രയേ ഉള്ളൂ കേട്ടോ. അത് വാനാവാം, ബസ് ആവാം, എന്നിട്ടുള്ള എന്ത് വാഹനങ്ങൾ വേണമെങ്കിലും ആവാം. പിന്നെ ആംബുലൻസ് ബസ് നിങ്ങൾ കണ്ടതാണ്, അവിടെ ഒരു ഗ്രേറ്റ് നമ്പർ ഓഫ് രോഗികളെ കൊണ്ടുപോകാനായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആംബുലൻസ് ആണ്. ചാരിറ്റി ആംബുലൻസ് എന്ന് പറഞ്ഞാൽ ഡിസേബിൾ ആയിട്ടുള്ള രോഗികളായിട്ടുള്ള മുതിർന്നവര്, കുട്ടികള്, അവർക്ക് ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടി അവർ ഔട്ടിങ്സിന്, വെക്കേഷൻസിനൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ആംബുലൻസ് ആണ് ചാരിറ്റി. അതാണ് അവരവിടെ ചെയ്യുന്ന ഫംഗ്ഷൻ കേട്ടോ. ബാരിയാട്രിക് ആംബുലൻസ് എന്ന് പറഞ്ഞാൽ അമിതവണ്ണമുള്ള രോഗികളെ കൈകാര്യം ചെയ്യുന്നതിനും അതിന് സജ്ജമായിട്ടുള്ള ടൂൾസ് ഒക്കെയുള്ള ഒരു ആംബുലൻസ് ആണ് ബാരിയാട്രിക് ആംബുലൻസ്. റാപ്പിഡ് ഓർഗൻ റിക്കവറി ആകുമ്പോൾ മരണപ്പെട്ട രോഗികളുടെ ബോഡി കണക്ട് ചെയ്യുക, അവരുടെ ഓർഗൻസ് എത്രയും പെട്ടെന്ന് തന്നെ പ്രിസർവ് ചെയ്യുക, ആ ഒരു പർപ്പസിനുള്ളതാണ് കേട്ടോ. സൈക്യാട്രിക് ആംബുലൻസ് മെന്റൽ ഇൽനെസ് ഉള്ള, മാനസികമായിട്ട് വിഭ്രാന്തിയുള്ള, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള രോഗികളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള സജ്ജീകരണങ്ങളൊക്കെയുള്ള ഒരു ആംബുലൻസ് ആണ് കേട്ടോ സൈക്യാട്രിക് ആംബുലൻസ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ആണ് പഠിക്കാനായിട്ട് പോകുന്നത്, ടൈപ്സ് ഓഫ് റോഡ് ആംബുലൻസസ്. നമ്മൾക്ക് പ്രധാനമായിട്ട് റോഡ് ഗോയിങ് ആംബുലൻസ് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ടയർ ഗോയിങ് ഒന്നും ജസ്റ്റ് പറഞ്ഞു പോകുന്നു മാത്രമല്ല, കൂടുതലും നമുക്ക് റോഡ് ഗോയിങ് ആംബുലൻസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അവിടെ നോക്കൂ, എന്തിന്റെ ബേസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്? ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് കെയർ കേട്ടോ. നേരത്തെ നമ്മൾ ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് കെയർ, ആ കൊടുക്കുന്ന പരിചരണത്തിന്റെ നിലവാരം. അതിനനുസരിച്ച് നമുക്ക് ആംബുലൻസിനെ പ്രധാനമായിട്ടും നാല് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അത് ടൈപ്പ് A, B, C, D എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ഇനി നിങ്ങൾ റോഡിലെ കൂടെ ഒക്കെ പോകുമ്പോൾ ആംബുലൻസ് കാണുമ്പോൾ ശ്രദ്ധിക്കുക, അത് ടൈപ്പ് A ആംബുലൻസ് ആണോ, അതോ ടൈപ്പ് B ആണോ, C ആണോ, D ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പൊതുവെ നമ്മുടെ ഈ ടൈപ്പ് ആംബുലൻസിന്റെ ഒക്കെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ടാവും, D എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും, എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാവും, ഫ്രണ്ടിലോ സൈഡിലൊക്കെ എഴുതിയിട്ടുണ്ടാവും. മറ്റുള്ള ടൈപ്പിനെ കണ്ടിട്ടില്ല, കൂടുതലും ഈ ടൈപ്പിനെ കണ്ടിട്ടുണ്ട്, എഴുതി ഈ ടൈപ്പ് ആംബുലൻസ് ആണുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് അതിനകത്തുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. ആദ്യത്തെയാണ് ടൈപ്പ് A. ടൈപ്പ് A എന്ന് പറയുന്നത് എന്താണ്? മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ ആംബുലൻസ് ആണ് കേട്ടോ. ടൈപ്പ് A വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ ആംബുലൻസ് ആണ്. ടൈപ്പ് B എന്ന് പറയുന്നത് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ആണ് കേട്ടോ. പേഷ്യന്റ് ട്രാൻസ്പോർട്ട്, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ട്രാൻസ്പോർട്ടേഷൻ പർപ്പസിന് വേണ്ടിയിട്ട്, അതാണ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ. മൂന്നാമത്തെ ടൈപ്പ് C എന്ന് പറഞ്ഞാൽ, C ടൈപ്പ് ആംബുലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ് കേട്ടോ. ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, അത് ഓർക്കാൻ എടുക്കട്ടെ. C ടൈപ്പ്, C എന്ന് പറയുമ്പോൾ ബേസിക് എന്ന് ഓർക്കാം. ബേസിക്കിൽ ലാസ്റ്റ് അവസാനിക്കുന്ന C-ലല്ലേ, അപ്പൊ ബേസിക് ലൈഫ് സപ്പോർട്ട് C ടൈപ്പ്, അങ്ങനെ ചിന്തിക്കുക കേട്ടോ. ബേസിക്കില് C-ൽ അവസാനിക്കുന്നത്, ഇവിടെ ടൈപ്പ് C. ഓക്കെ, അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം, പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പിന്നെ ടൈപ്പ് D എന്ന് പറഞ്ഞാല് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ്. അഡ്വാൻസ്ഡ് അതിന്റെ ഏത് ലെറ്ററിൽ അവസാനിക്കുന്നത്? D-ലല്ലേ അവസാനിക്കുന്നത്. അപ്പൊ D ടൈപ്പ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ്, അങ്ങനെ ഒന്ന് ചിന്തിക്കുക കേട്ടോ, ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ അല്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരരുത്. ടൈപ്പ് A എന്ന് പറഞ്ഞാല്
എന്താണ് മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ആദ്യം അവിടെ ആ എമർജൻസി സ്ഥലത്തേക്ക് എത്തുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പൊ ടൈപ്പ് എ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ. ടൈപ്പ് ബി എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ. സി എന്ന് പറയുന്നത് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ഡി എന്ന് പറയുന്നത് ഡി അഡ്വാൻസ്ഡ്. ഡിയിലല്ലേ അവസാനിക്കുന്ന അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. അങ്ങനെ 4 ടൈപ്പ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. എന്തിന്റെ ബേസിലാണ്? ലെവൽ ഓഫ് കെയർ ആണ് കേട്ടോ. പരിചരണത്തിന്റെ നിലവാരത്തിന്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് അതിനെ തരംതിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കാം ടൈപ്പ് എ മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ. ഞാൻ പറഞ്ഞു ആരാണ് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് ഞാൻ പറഞ്ഞു. എമർജൻസി സ്ഥലത്തേക്ക് ആദ്യം എത്തുന്ന ആളുകൾ. അത് ആര് വേണമെങ്കിലും ആവാട്ടോ. മെഡിക്കൽ പ്രൊഫഷണൽസ് മാത്രമാണെന്ന് നിർബന്ധമില്ല. പോലീസ് ഓഫീസേഴ്സോ ലൈഫ് ഗാർഡുകളോ ഫയർ ഫൈറ്റേഴ്സോ അവരൊക്കെ എന്താണ് ഈ പറയുന്ന ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കൂ ഫോംഡ് ആസ് പെർ CMVR കേട്ടോ. എന്താണ് CMVR? സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് കേട്ടോ. സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് പ്രകാരം എന്താ പറയാ ഫോം ചെയ്തിട്ടുള്ള ആംബുലൻസ് ആണ് കേട്ടോ ടൈപ്പ് എ എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രത്യേകത ശ്രദ്ധിക്കട്ടെ. ഓരോ പ്രത്യേകത തന്നിട്ട് ഏത് ടൈപ്പ് ആണെന്നൊക്കെ നിങ്ങളോട് ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നോട്ട് ഏബിൾ ടു ക്യാരി. ശ്രദ്ധിക്കാം, നോട്ട് ഏബിൾ ടു ക്യാരി ദ പേഷ്യൻസ് ഹു ആർ ലൈയിങ് ഹൊറിസോണ്ടലി വിത്ത് ഫേസ് ആൻഡ് ടോർസോ ഫേസിംഗ് അപ്പ്. എന്താണ് പറയുന്നത്? ലൈയിങ് ഹൊറിസോണ്ടൽ, അതായത് കിടത്തിക്കൊണ്ട് പോകുന്ന രോഗികൾ ഉണ്ടാവുമല്ലോ, കിടത്തിക്കൊണ്ട് പോകുന്ന രോഗികള്, അങ്ങനെയുള്ള രോഗികളെ ക്യാരി ചെയ്യാനായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഈ ഒരു ആംബുലൻസിനകത്ത് ഉണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത് കേട്ടോ. നോട്ട് ഏബിൾ ടു എന്നാണ് പറയുന്നത്. നോട്ട് ഏബിൾ ടു ക്യാരി ദ പേഷ്യൻസ് ഹു ആർ ലൈയിങ് ഹൊറിസോണ്ടലി വിത്ത് ഫേസ് ആൻഡ് ടോർസോ ഫേസിംഗ് അപ്പ്. അത് വേറൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്, കിടത്തിക്കൊണ്ട് പോകേണ്ട രോഗികൾ. ഇപ്പൊ ചില രോഗികള് ആക്സിഡന്റ് എന്തെങ്കിലും സംഭവിച്ചു, അവരുടെ ഫ്രാക്ചറായി ഭയങ്കരമായിട്ട് മൾട്ടിപ്പിൾ ഫ്രാക്ചർ സംഭവിച്ചു, അല്ലെങ്കിൽ വല്ല കയ്യോ കാലോ അറ്റു പോകുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് അവരെ പെട്ടെന്ന് എടുത്ത് പൊക്കിയെടുത്തുകൊണ്ടൊന്നും പോകാൻ പറ്റില്ല അല്ലെ. അവരനക്കാണ്ട് അതുപോലെ സ്പൈനൽ ഇഞ്ചുറി ഒക്കെ വല്ലതും സംഭവിച്ചു, നട്ടലിന് വല്ല ക്ഷതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുള്ള പേഷ്യൻസ് ആണ് നമ്മളിപ്പോ ഓടിപ്പോയി അവരെ പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് പൊക്കി താങ്ങി പിടിച്ചൊന്നും അങ്ങനെയുള്ള രോഗികൾക്ക് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോ അതിലും വലിയ കോംപ്ലിക്കേഷൻസ് വരും. അപ്പൊ അങ്ങനെയുള്ള രോഗികളെ നമുക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? കിടത്തി കൊണ്ട് തന്നെ കൊണ്ടുപോകാനേ പറ്റുള്ളൂ. അതായത് സ്ട്രക്ചർ ബൗണ്ട് പേഷ്യൻസ് ആണ്. സ്ട്രക്ചറിലെ നമുക്ക് അവർ കൊണ്ടുപോകാൻ പറ്റും. ലൈയിങ് ഡൗൺ പേഷ്യൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള രോഗികളെ കൊണ്ടുപോകാനായിട്ട് ഇത്തരം ആംബുലൻസിൽ സാധിക്കില്ല എന്നാണ് പറയുന്നത് കേട്ടോ. നോട്ട് ഏബിൾ ടു ക്യാരി എന്നാണ് പറയുന്നത്. ഇതിനുള്ള സജ്ജീകരണങ്ങൾ ആ ആംബുലൻസിനകത്ത് ഉണ്ടായിരിക്കില്ല. അതേസമയം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് പൊക്കിക്കൊണ്ട് പോകാമെങ്കിൽ ആരെങ്കിലും താങ്ങിക്കൊണ്ട് പോകുന്ന രോഗികളെ നമുക്ക് കൊണ്ടുപോകാം. ഇങ്ങനെ കിടത്തിക്കൊണ്ട് പോകുന്ന പേഷ്യൻസിനെ കൊണ്ടുപോകാനുള്ള ഒരു സൗകര്യം ഇതിനകത്ത് ഉണ്ടായിരിക്കില്ല കേട്ടോ. പിന്നെ പറയുന്നത് നോട്ട് ടു അവൈൽ മെഡിക്കൽ ഫെസിലിറ്റീസ് ഇൻസൈഡ് ദ വെഹിക്കിൾ. അത് മാത്രമല്ല ആ ഒരു വാഹനത്തിനകത്ത് വലിയ എന്താ പറയാ മെഡിക്കൽ ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത്. ജസ്റ്റ് അവരെ കൊണ്ടുപോകുന്നു, വലിയ പരിചരണം കൊടുക്കാൻ പാകത്തിലുള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് ഒന്നും തന്നെ ആ ഒരു എന്താ പറയാ വണ്ടിക്കകത്ത് ഉണ്ടായിരിക്കില്ല. കാര്യം നമ്മൾ പറഞ്ഞു ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് മാത്രമാണ് അല്ലെ. മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ ജസ്റ്റ് അവിടെ എമർജൻസി ഒരു അർജന്റ് എന്തെങ്കിലും ഒരു കെയർ കൊടുക്കുക, അർജന്റ് അസിസ്റ്റൻസ് കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ. വലിയ വലിയ ട്രീറ്റ്മെന്റ് കൊടുക്കണമെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ട് തന്നെ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ആംബുലൻസ് ആണ് കേട്ടോ ടൈപ്പ് എ മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ ആംബുലൻസ്. ക്ലിയർ. അടുത്തതാണ് ടൈപ്പ് ബി. ബി എന്ന് പറയുന്നത് എന്താണ്? പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ആണ്. പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ നേരത്തെ നമ്മൾ ഫങ്ഷണൽ ടൈപ്പിൽ പഠിച്ചില്ലേ? പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് അത് തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നോക്കിക്കേ അവിടെ എന്താണ്? നോർമലി ക്രൂഡ് ബൈ ദ സ്റ്റാഫ് വിത്ത് ലെസർ ക്വാളിഫിക്കേഷൻ ദാൻ ദ ക്രൂ ഓഫ് എൻ എമർജൻസി ആംബുലൻസ്. അപ്പൊ രണ്ടും നമ്മൾ പഠിച്ചതാണ്. എമർജൻസി ആംബുലൻസ് നമ്മൾ പഠിച്ചു, പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് പഠിച്ചു. ഇവരെന്താ പറയുന്നത്? ഈ പറയുന്ന എമർജൻസി ആംബുലൻസിലുള്ള ജീവനക്കാരെക്കാൾ കുറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളായിരിക്കും ഏതിനകത്ത് ഉണ്ടാവാം? പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിളിനകത്ത് ഉണ്ടായിരിക്കും. അത് സ്വാഭാവികമാണ്. കാര്യം എന്താണ്? ഇവരുടെ വേറെ കെയർ ഒന്നും അവർ കൊടുക്കുന്നില്ല അല്ലെ. ജസ്റ്റ് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാന്ന് മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് വലിയ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളൊന്നും ഉണ്ടാകുന്ന നിർബന്ധമില്ല. അതേസമയം എമർജൻസി ആംബുലൻസിൽ അങ്ങനെയല്ല. അവിടെ വളരെ എന്താ പറയാ ഗുരുതര പരിക്കേറ്റ ആളുകൾ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പാകത്തിലുള്ള പാരാമെഡിക്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള മെഡിക്കൽ പ്രൊഫഷണലുകൾ അവിടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോർമലി ക്രൂഡ് ബൈ ദ സ്റ്റാഫ് വിത്ത് ലെസർ ക്വാളിഫിക്കേഷൻ ദാൻ ദ ക്രൂ ഓഫ് എൻ എമർജൻസി ആംബുലൻസ്. എമർജൻസി ആംബുലൻസിലുള്ള ജീവനക്കാരുകൾ കുറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളായിരിക്കും ഈ ഒരു ടൈപ്പ് ബി ആംബുലൻസിനകത്ത് ഉണ്ടായിരിക്കുക കേട്ടോ. അവരുടെ ഡ്യൂട്ടി എന്താണ്? നേരത്തെ പഠിച്ചതാണ്.
duty of transporting patients to, from or between the places of medical treatment such as hospitals. Okay, hospitals പോലെയുള്ള ആ ഒരു മെഡിക്കൽ ഫെസിലിറ്റിയിലേക്ക് അവരെ എത്തിക്കുക, അവിടെ നിന്ന് കൊണ്ടുവരിക, അവയ്ക്കിടയിലുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ, അത് മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. That is called type B. Type B ആണ്. ഇനി അടുത്തതാണ് ടൈപ്പ് സി. ഓക്കെ, സി എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ടൈപ്പ് സി എന്ന് പറയുന്നത് എന്തായിരിക്കും? ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ് കേട്ടോ. ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, ബേസിക് ആയിട്ടുള്ള, അതായത് അവർക്ക് ഒരു പ്രൈമറി കെയർ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മള് എന്താ പറയാ, പ്രാഥമികമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുക കേട്ടോ. അപ്പൊ നമുക്കൊന്ന് വായിക്കാം. എ വെഹിക്കിൾ ഡിസൈൻഡ് ഫോർ എഫിഷ്യൻസി ആൻഡ് കംഫർട്ട് ഇൻ ദ വർക്കിംഗ് എൻവയോൺമെന്റ്, suitably equipped and suitably staffed for the transport and treatment of patients requiring non-invasive airway management or basic monitoring. അപ്പൊ അവിടെ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. നോൺ ഇൻവെസീവ് എയർവേ മാനേജ്മെന്റോ ബേസിക് മോണിറ്ററിംഗ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അതാണ് കൂടുതൽ അവിടെ ഫോക്കസ് ചെയ്യുന്നത്. ബേസിക് മോണിറ്ററിംഗ് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നോൺ ഇൻവെസീവ് എയർവേ മാനേജ്മെന്റ് ആവശ്യമായിട്ടുള്ള രോഗികളെ കൊണ്ടുപോകുന്നതിന് അല്ലെ, അവരെ ചികിത്സിക്കുന്നതിനും അവരെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനുമായിട്ട് അനുയോജ്യമായിട്ടുള്ള ജീവനക്കാരും എക്യുപ്മെന്റ്സും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വാഹനം, അതാണ് ടൈപ്പ് സി ആംബുലൻസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നാം, എന്താണ് ഈ നോൺ ഇൻവെസീവ് എയർവേ മാനേജ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ്? അതായത് ഈ ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നം വരില്ലേ, ശ്വസനനാളവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങള്, അതായത് പ്രത്യേകിച്ച് പറയാണ്, നമ്മളുടെ എയർവേക്ക് അകത്ത് ഒന്നും തന്നെ ഇൻസേർട്ട് ചെയ്യാണ്ട് അവർക്ക് എന്താണ്, ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വേണം. ചില നമുക്ക് ശ്വസന പ്രശ്നം വന്നു കഴിഞ്ഞാല് നമ്മുടെ ഉള്ളിലേക്ക്, എയർവേയുടെ ഉള്ളിലേക്ക് എന്തെങ്കിലും എക്യുപ്മെന്റ്സോ ടൂൾസുകളോ ഒക്കെ നമുക്ക് ഉള്ളിലേക്ക് കയറ്റേണ്ടതായിട്ട് വരും. അങ്ങനെ ഇത് ചെയ്യുന്നില്ല, നോൺ ഇൻവെസീവ് ആണ്. വിത്തൗട്ട് ഇൻസേർട്ടിങ് എനി എക്യുപ്മെന്റ്സ്, അതാണ് അവിടെ പറയുന്നത്. എക്യുപ്മെന്റ്സ് ഇൻ ടു ദ എയർവേ, എയർവേക്ക് അകത്ത് പ്രത്യേകിച്ച് എക്യുപ്മെന്റ്സ് ഒന്നും ഇൻസേർട്ട് ചെയ്യാണ്ട് തന്നെ അവരുടെ ആ ഒരു എയർവേ മാനേജ് ചെയ്യാം. അപ്പൊ വേണമെങ്കിൽ ഒരു ഓക്സിജൻ മാസ്ക് വേണമെങ്കിൽ വെച്ചു കൊടുക്കാം. അത് ഉള്ളിലേക്കൊന്നും നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നില്ലല്ലോ, ജസ്റ്റ് നമ്മുടെ നോസ് ദ മൗത്തിന്റെ മുകളിൽ ഒരു ഓക്സിജൻ മാസ്ക് വെക്കുകയാണെങ്കിൽ ഇപ്പൊ ശ്വാസ സംബന്ധമായ പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് ഓക്സിജൻ സപ്ലൈ കൊടുക്കാൻ പറ്റും. അതുപോലെ നേസൽ കാനുലാസ്, നേസൽ കാനുല എന്ന് പറഞ്ഞ ട്യൂബാണ്, പക്ഷെ അത് മൂക്കിന്റെ ഉള്ളിലേക്കൊന്നും കടത്തി വിടുന്നില്ല, ജസ്റ്റ് ആ മൂക്കിന്റെ ആ ഒരു എന്താ പറയാ ഹോളിന്റെ അവിടേക്ക് ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുക്കുക. അപ്പൊ ഓക്സിജൻ നല്ല രീതിയിൽ അതിലേക്ക് സപ്ലൈ ചെയ്യും. അത്തരത്തിൽ എന്താണ്, നമ്മുടെ ശ്വാസനാളത്തിലേക്ക് ഉള്ളിലേക്ക് ഒന്നും ഇൻസേർട്ട് ചെയ്യാണ്ട്, അതാണ് നോൺ ഇൻവെസീവ് എന്ന് പറഞ്ഞത് കേട്ടോ. ആ രീതിയിൽ എന്താണ് അവരെ ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള രോഗികൾ ഉണ്ടാവുമല്ലോ, അത്തരം രോഗികളിൽ ബേസിക് മോണിറ്ററിംഗ് ആവശ്യമായിട്ടുള്ള രോഗികളെ പരിചരിക്കുന്നതിനും അവരെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള ജീവനക്കാരും എക്യുപ്മെന്റ്സും അടങ്ങിയിട്ടുള്ള ഒരു ആംബുലൻസ് ആണ് ടൈപ്പ് സി എന്ന് പറയുന്നത് കേട്ടോ. ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് മാത്രമാണ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, it is arranged with life support equipments like an oxygen cylinder, BP monitor and stethoscope. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബേസിക് ഇത് കൊടുക്കുന്ന എക്യുപ്മെന്റ്സ് ആണ് കേട്ടോ. ഓക്സിജൻ സിലിണ്ടർ ഉണ്ടായിരിക്കും, അതുപോലെ BP മോണിറ്റർ അല്ലെ, ഈ പറയുന്ന ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടായിരിക്കും, സ്റ്റെതസ്കോപ്പ്, അതൊക്കെ പറഞ്ഞാൽ ബേസിക് മാത്രമാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഇതിനകത്ത് ഉണ്ടായിരിക്കാം, ടൈപ്പ് സി ആംബുലൻസിനകത്തായിരിക്കും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഈ എക്യുപ്മെന്റ്സ് എന്നിട്ട് നിങ്ങളോട് ചോദിക്കാം, ഏത് ആംബുലൻസിനാണ്, ഏത് ടൈപ്പ് ആംബുലൻസിനായിരിക്കും ഇത്തരം എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഓക്സിജൻ സിലിണ്ടർ, BP മോണിറ്റർ, സ്റ്റെതസ്കോപ്പ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ബേസിക് ലൈഫ് സപ്പോർട്ട് കൊടുക്കുന്ന എക്യുപ്മെന്റ്സ് ആണ്. സ്വാഭാവികമായിട്ട് അത് ടൈപ്പ് സി ആംബുലൻസ് ആയിരിക്കും ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇവിടെ മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. നോൺ ഇൻവെസീവ് എന്താണ് ഒന്നുകൂടെ പറയൂ, മനസ്സിലായില്ല ഈ പറഞ്ഞത്? ടൈപ്പ് സി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ബേസിക് ലൈഫ് സപ്പോർട്ട് കൊടുക്കുന്ന ആംബുലൻസ് ആണ് കേട്ടോ. അതായത് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് മോണിറ്ററിംഗ് ആവശ്യമായിട്ടുള്ള രോഗികൾ ഉണ്ടായിരിക്കും. ഇപ്പൊ പെട്ടെന്ന് നമ്മൾ CPR ഒക്കെ കൊടുക്കില്ലേ, ആ രീതിയിൽ പെട്ടെന്ന് ഇപ്പൊ കുഴഞ്ഞു വീഴുമ്പോ നമ്മൾ കൃത്രിമ ശ്വാസം കൊടുക്കുക, അപ്പൊ ബേസിക് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട ചില എന്താ പറയാ ട്രീറ്റ്മെന്റുകളാണ്. അത്തരത്തില് ബേസിക് മോണിറ്ററിങ്, അതുപോലെ നോൺ ഇൻവെസീവ് എയർവേ മാനേജ്മെന്റ്. നോൺ ഇൻവെസീവ് എയർവേ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഈ ശ്വാസ പ്രശ്നങ്ങളൊക്കെ വരാം പേഷ്യൻസിന്, അപകടമൊക്കെ വരുമ്പോൾ ശ്വാസനാളത്തിനുള്ളിലേക്ക് പ്രത്യേകിച്ച് എക്യുപ്മെന്റ്സ് ഒന്നും ഇൻസേർട്ട് ചെയ്യാണ്ട് തന്നെ
പുറത്തുനിന്ന് എന്തെങ്കിലും ഓക്സിജൻ സപ്ലൈ ഒക്കെ കൊടുത്തുകൊണ്ട് ചികിത്സിക്കേണ്ട രോഗികളുണ്ട്. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യുന്ന ആംബുലൻസ് ആണ്. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ഈ ഒരു ആംബുലൻസിനകത്ത് ഓക്സിജൻ സിലിണ്ടർ ഉണ്ടായിരിക്കും, BP മോണിറ്റർ ഉണ്ടായിരിക്കും, സ്റ്റെതസ്കോപ്പ്, അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് ടൈപ്പ് C എന്ന് പറയുന്ന ആംബുലൻസ്. ഇതിന് നേരെ വിപരീതമാണിത് ടൈപ്പ് D എന്ന് പറയുന്നത്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ഇത് ബേസിക് ലൈഫ് സപ്പോർട്ട് ആണല്ലോ. ടൈപ്പ് D എന്താണ്? അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആണ്. കുറെ കൂടി ഡീപ്പ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും അവിടെ കൊടുക്കുന്നുണ്ടാവാം. അപ്പൊ അതെന്താ നോക്കാം നമുക്ക്. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ആൾസോ നോൺ ആസ് കാർഡിയാക് കെയർ ആംബുലൻസ്. കാർഡിയാക് കെയർ ആണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, അത്രയും അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പൊ അതിന് നമ്മൾ മറ്റൊരു പേരും കൂടെ പറയും കേട്ടോ, കാർഡിയാക് കെയർ ആംബുലൻസ്. അത് തന്നെയാണ് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്ന ടൈപ്പ് D. ടൈപ്പ് D ആണ്. അവിടെ എന്താണ് പറയുന്നത്? എ വെഹിക്കിൾ ഡിസൈൻഡ് ergonomically equipped and suitably staffed for the transport and treatment of patients requiring invasive airway management. നേരത്തെ എന്താ നമ്മൾ പറഞ്ഞത്? നോൺ ഇൻവെസീവ് എന്നാണ് ഇവിടെ പറഞ്ഞത് ബേസിക് ലൈഫിനകത്ത് അല്ലെ. ഇവിടെ വന്നപ്പോ എന്താണ്? ഇൻവെസീവ് എയർവേ മാനേജ്മെന്റോ ഇന്റൻസീവ് മോണിറ്ററിംഗ്. അവിടെ എന്തായിരുന്നു? ബേസിക് മോണിറ്ററിംഗ്. ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ്? ഇന്റൻസീവ് മോണിറ്ററിംഗ്. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അതായത് ഏറ്റവും തീവ്രമായിട്ടുള്ള നിരീക്ഷണം ആവശ്യമുള്ള, അല്ലെങ്കിൽ ഇൻവെസീവ് എയർവേ മാനേജിങ്. ഇൻവെസീവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ശ്വാസനാളത്തിന്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും എക്യുപ്മെന്റ്സോ ടൂൾസുകൾ എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ അനസ്തേഷ്യ ഒക്കെ കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ജനറൽ അനസ്തേഷ്യ ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു പ്രൊസീജിയർ സമയത്ത് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് വരാതിരിക്കാനായിട്ട് എന്ത് ചെയ്യരുത്? നമ്മുടെ ഈ ഒരു ലാരിങ്സ് ഉണ്ടല്ലോ, ത്രോട്ടിന്റെ അകത്തേക്ക് ഒരു കുഴൽ ഇങ്ങനെ കയറ്റി വിടും. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻസേർട്ട് ചെയ്യാണ്, ശ്വാസനാളത്തിലേക്ക് അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാണ്. കാര്യം ഈ സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് ബ്രീത്തിങ് ഇഷ്യൂസ് ഒന്നും വരാതിരിക്കാനായിട്ട്. അപ്പൊ അതൊക്കെ ഇൻവെസീവ് എയർവേ മാനേജ്മെന്റ് ആണ്. അതേസമയം നമ്മുടെ മുഖത്തൊരു ഓക്സിജൻ മാസ്ക് വെക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ട്യൂബ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെക്കാം എന്ന് പറഞ്ഞാൽ അതൊക്കെ നോൺ ഇൻവെസീവ് ആണ്. ഇത് ഇൻവെസീവ് ആണ്. എന്നുവെച്ചാൽ എയർവേക്ക് ഉള്ളിലേക്ക് എന്തെങ്കിലും നമ്മൾ ഇൻസേർട്ട് ചെയ്യാണ്. ആ രീതിയിൽ പരിചരണം ആവശ്യമുള്ള രോഗികൾ, അല്ലെങ്കിൽ ഏറ്റവും ഇന്റൻസീവ് മോണിറ്ററിംഗ് ആവശ്യമുള്ള രോഗികൾക്കൊക്കെ ചികിത്സയും പരിചരണമൊക്കെ കൊടുക്കുന്നതിന് സജ്ജമാക്കിയിട്ടുള്ള ഒരു ആംബുലൻസ് ആണ് ടൈപ്പ് D എന്ന് പറയുന്നത് കേട്ടോ. എർഗണോമിക്കലി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ശരിക്കും എന്റെ വേർഡ് മീനിങ് ഇതാണ്, പഠനാനുസൃതമായി എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഇവിടെ എർഗണോമിക്കലി എന്ന് ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, പേഷ്യൻസിനായാലും ആ വണ്ടി ഓടിക്കുന്ന ഡ്രൈവേഴ്സിനായാലും യാതൊരു തരത്തിലുള്ള മെന്റൽ സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെയിൻ വരാത്ത രീതിയിൽ എന്ന് പറഞ്ഞ പേഷ്യൻസിനും അവർക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള വാഹനമാണ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ പഠനാനുസൃതമായി എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. അവർക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള, ഏറ്റവും സേഫ് ആയിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം. ഓക്കെ, ഇതാണ് എർഗണോമിക്കലി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ പറയുന്നത് എന്താണ്? ദിസ് ഈസ് എക്യുപ്ഡ് വിത്ത് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് മെഷീൻസ് സച്ച് എസ് ഡിഫൈബ്രിലേറ്റേഴ്സ്. ഇതാണ് എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് ഇതിനകത്ത് ഉണ്ടായിരിക്കുക, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഡിഫൈബ്രിലേറ്റർ എന്താണ്? ഡിഫൈബ്രിലേറ്റർ എന്ന് പറഞ്ഞാല് എ മെഷീൻ യൂസ്ഡ് ടു റെസ്യൂം ദ ഹാർട്ട്. അതായത് ഹാർട്ടിന്റെ സ്പന്ദനം പുനരാരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് കേട്ടോ ഡിഫൈബ്രിലേറ്റർ എന്ന് പറയുന്നത്. അതായത് പെട്ടെന്ന് ഹാർട്ട് നിന്ന് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പെട്ടെന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നതിന്, ഹാർട്ടിനെ റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ്. നിങ്ങൾ രാജാറാണി സിനിമ കണ്ടിട്ടുണ്ടോ? നസ്രിയയുടെ ഒരു സിനിമ രാജാറാണി. അതിനകത്ത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഇത് കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കാട്ടോ. അതിനകത്ത് അവര് ആക്സിഡന്റ് പറ്റും നസ്രിയക്ക്. അപ്പൊ ആ സമയത്ത് നമ്മള് പെട്ടെന്ന് മരിക്കുകയാണ്. ഹാർട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഒരു ചതുരം ഷേപ്പിൽ ഒരു എക്യുപ്മെന്റ് കൊണ്ട് ഇങ്ങനെ വെക്കുന്നത് എന്തിനാണ്? ഈ ഡിഫൈബ്രിലേറ്റർ കേട്ടോ. കണ്ടിട്ടുണ്ട്, ഇതുപോലെ കണ്ടിട്ടില്ല. അപ്പൊ ഒന്ന് കണ്ടു നോക്കുക, നല്ല സിനിമയാണത്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ. ഹാർട്ടിന്റെ ആ ഒരു ഇത് റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് കേട്ടോ ഡിഫൈബ്രിലേറ്റർ. അതുപോലെ തന്നെ ECG മെഷീൻ അറിയാലോ. ECG എന്തിനാ ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു കീപ് എ ചെക്ക് ഓൺ ദ ഹാർട്ട് റേറ്റ് ഓഫ് പേഴ്സൺ അല്ലെ. ഹാർട്ട് റേറ്റ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ECG മെഷീൻസ് ഉണ്ടായിരിക്കും, വെന്റിലേറ്റേഴ്സ് ഉണ്ടായിരിക്കും, ഓക്സിജൻ സിലിണ്ടേഴ്സ് ഉണ്ടായിരിക്കും, പൾസ് ഓക്സിമീറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഓക്സിജൻ ലെവൽ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള പൾസ് ഓക്സിമീറ്റർ. എന്താണ് പൾസ് ഓക്സിമീറ്റർ? യൂസ്ഡ് ടു ചെക്ക് ഫോർ ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്. നമ്മൾ കോവിഡ് സമയത്തൊക്കെ വീടുകളിൽ വാങ്ങിച്ചിട്ടുള്ളവരുണ്ടായിരിക്കും ഒരു ക്ലിപ്പ് പോലൊരു സാധനം വെക്കും കയ്യിൽ കേട്ടോ. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബ്ലഡിലുള്ള ഓക്സിജൻ ലെവൽ അറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ റീസസിറ്റേഷൻ കിറ്റ് കേട്ടോ. റീസസിറ്റേഷൻ കിറ്റിൽ അത് വരുന്ന സാധനങ്ങളാണ്. അതായത്
ലൈഫിന് പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള കിറ്റാണ് കേട്ടോ. റീസസിറ്റേഷൻ കിറ്റ്, സക്ഷൻ മെഷീൻ. സക്ഷൻ മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബോഡി ക്യാവിറ്റി അല്ലെങ്കിൽ അതിലൊക്കെയുള്ള വല്ല ഫ്ലൂയിഡ്സോ എന്തെങ്കിലും ഒബ്സ്ട്രക്റ്റ് എന്തെങ്കിലും തടഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ലിക്വിഡോ ബ്ലഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ സക്ക് ചെയ്യാനായിട്ട് വലിച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെഷീൻസ് കേട്ടോ, സക്ഷൻ മെഷീൻസ്. നെബുലൈസർ അറിയാലോ, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കുന്നതാണ് നെബുലൈസർ അല്ലെ. ചെസ്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോൾ നെബുലൈസ് ചെയ്യാനാണ് അല്ലെ. ഓക്കെ, നെബുലൈസർ. പിന്നെ BP അപ്പാരറ്റസ് കേട്ടോ, ബ്ലഡ് പ്രഷർ ഒക്കെ നോക്കുന്ന അപ്പാരറ്റസിൽ അതിനെ പറയാം സ്വിഗ്മോ മാനോമീറ്റർ അല്ലെ. അങ്ങനെയുള്ള അപ്പാരറ്റസ് ഒക്കെ ഇതിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്രയും എക്യുപ്മെന്റ്സ് ഉണ്ട്. ഇതൊക്കെ അത്യാവശ്യം അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ കൊടുക്കുന്ന എക്യുപ്മെന്റ്സ് ആണ്. ഇങ്ങനെയുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉള്ള ആംബുലൻസ് ആണ് ടൈപ്പ് D ആംബുലൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? പറഞ്ഞ ക്ലിയർ ആണോ? ഏതെങ്കിലും ഭാഗം പറഞ്ഞൊരു സംശയം ഉണ്ടോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? അപ്പൊ എന്തൊക്കെ മെഷീൻസ് ഉണ്ടാകുമ്പോൾ ഉള്ളത് നോക്കി വെക്കുക കേട്ടോ. അതിനകത്ത് ചില മെഷീൻ പറഞ്ഞിട്ടുണ്ട്, ഡിഫൈബ്രിലേറ്റർ എന്താണ്, അതുപോലെ പൾസ് ഓക്സിമീറ്റർ എന്താണെന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇത്രയും മതി കേട്ടോ. നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ആംബുലൻസ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ആംബുലൻസ് എന്ന് പറയുന്നത് എമർജൻസി മെഡിക്കൽ സർവീസിന്റെ ഒരു ഭാഗമാണ്. പിന്നെ നമ്മൾ കണ്ടു ആംബുലൻസ് എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ആംബുലേർ എന്ന വാക്കിൽ നിന്നുമാണ് കേട്ടോ. അതിന്റെ അർത്ഥം എന്താണ്? ടു വാക്ക് ഓർ മൂവ് എബൌട്ട് എന്നാണ് കേട്ടോ. നടക്കുക, നീങ്ങുക എന്നൊക്കെ അർത്ഥം വരുന്ന ആംബുലേർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ആംബുലൻസ് എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ആംബുലൻസ് തന്നെ റോഡ് ഗോയിങ് ഉണ്ട്, വാട്ടർ ഗോയിങ് ഉണ്ട്, അതുപോലെ എയർ ഗോയിങ് ആംബുലൻസ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഫംഗ്ഷണൽ ടൈപ്പ് 7 എണ്ണാക്കി നമ്മൾ തരംതിരിച്ചു. എന്ത് ഫംഗ്ഷൻ ആണ് അവർ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് എമർജൻസി ആംബുലൻസ്, പേഷ്യന്റ് ട്രാൻസ്പോർട്ട്, അത് ട്രാൻസ്പോർട്ടേഷൻ പർപ്പസ് മാത്രമല്ല, നോൺ അർജന്റ് കെയർ ആണ് അവിടെ കൊടുക്കുന്നത്. ആംബുലൻസ് ബസ്, അത് ലാർജ് നമ്പർ ഓഫ് ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും. ചാരിറ്റി ആംബുലൻസ്, അതിനകത്ത് പ്രത്യേകിച്ച് ആംബുലൻസ് പ്രോജക്ട് ഓർത്ത് വെക്കുക കേട്ടോ. ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ ചാരിറ്റി ആംബുലൻസ് ആണ്. UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രസ്റ്റ് ആണ് കേട്ടോ ജാപ്പനീസ് ആംബുലൻസ് എന്ന് പറയുന്നത്. പിന്നെ ബെറിയാട്രിക് ആംബുലൻസ് എന്ന് പറഞ്ഞാൽ അമിതവണ്ണമുള്ള രോഗികളെ കൊണ്ടുപോകാനായിട്ടുള്ള അത്തരം ആംബുലൻസ് ആണ്. പിന്നെ റാപ്പിഡ് ഓർഗൻ റിക്കവറി അറിയാലോ, മരണപ്പെട്ട രോഗികളുടെ ബോഡി കളക്ട് ചെയ്യുക, അവരുടെ അവയവങ്ങൾ എത്രയും പെട്ടെന്ന് റിക്കവർ ചെയ്യും, അവരെ പ്രിസർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആംബുലൻസ്. സൈക്കാട്രിക് പേരിയഡൽ അറിയാലോ, മനോരോഗമുള്ള ആളുകളെയൊക്കെ കൊണ്ടുപോകാനായിട്ട്. പിന്നെ നമ്മൾ കണ്ടത് ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് കെയർ കേട്ടോ, പരിചരണത്തിന്റെ നിലവാരത്തിനനുസരിച്ച് ടൈപ്പ് A ആംബുലൻസ് ആണ് ഫസ്റ്റ് റെസ്പോണ്ടർ ആണ് അല്ലെ. ഫസ്റ്റ് റെസ്പോണ്ടർ ആണ്. അതിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, കിടത്തിക്കൊണ്ട് പോകുന്ന ലൈയിങ് ഡൗൺ പേഷ്യൻസ്, ഈ സ്ട്രക്ചർ ബൗണ്ടഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാനായിട്ട് അതിന് സാധിക്കില്ല. അത് മാത്രമല്ല ആ ഒരു വാഹനത്തിനകത്ത് വലിയ മെഡിക്കൽ ഫെസിലിറ്റീസ് ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. ടൈപ്പ് B എന്ന് പറയുമ്പോൾ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ഓൺലി എക്സിസ്റ്റ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ പർപ്പസ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് വലിയ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളൊന്നും അതിനകത്ത് ഉണ്ടായിരിക്കില്ല. ടൈപ്പ് C ബേസിക് ലൈഫ് സപ്പോർട്ട് ആണ്. അതായത് ബേസിക് മോണിറ്ററിംഗ് ആവശ്യമായിട്ടുള്ള രോഗികളെ എന്താ പറയാ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആംബുലൻസ് ആണ്. അത്യാവശ്യം ബേസിക് എക്യുപ്മെന്റ്സ് അതിനകത്തുണ്ട്. ഈ പറയുന്ന BP മോണിറ്റർ, സ്റ്റെതസ്കോപ്പ്, ഓക്സിജൻ സിലിണ്ടർ പോലുള്ള ബേസിക് ആ ലെവലിൽ നിൽക്കുന്ന എക്യുപ്മെന്റ്സ് ആയിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കാം. ടൈപ്പ് D എന്ന് പറയുമ്പോൾ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് വെഹിക്കിളാണ്. മറ്റൊരു പേരും കൂടെ പഠിച്ചു വെക്കാം കേട്ടോ. കാർഡിയാക് കെയർ ആംബുലൻസ് എന്ന് പറയുന്നത് ടൈപ്പ് D ആംബുലൻസ് തന്നെയാണ്. അവിടെ എന്ന് പറയുമ്പോൾ കുറെ കൂടി ഇന്റൻസീവ് മോണിറ്ററിംഗ് ആവശ്യമായിട്ടുള്ള പേഷ്യൻസിന് അല്ലെങ്കിൽ ഇൻറ്റൻസീവ് എയർവേ മാനേജ്മെന്റ് ആവശ്യമുള്ള പേഷ്യൻസിനെയൊക്കെ പരിചരിക്കാൻ ആംബുലൻസ് ആണ്. അവിടെ അത്യാവശ്യം വെൽ എക്യുപ്ഡ് ആയിരിക്കും. വെൽ എക്യുപ്ഡ് എന്ന് വെച്ചാൽ ഡിഫൈബ്രിലേറ്റർ, പൾസ് ഓക്സിമീറ്റർ, വെന്റിലേറ്റർ, അതുപോലെ BP അപ്പാരറ്റസ്, അങ്ങനെ സക്ഷൻ മെഷീൻസ്, അങ്ങനെയുള്ള എല്ലാം അത്യാവശ്യം എന്താ പറയാ സന്നാഹങ്ങളൊക്കെ ഉള്ള ഒരു ആംബുലൻസ് ആയിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക്സ് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു. എല്ലാവരും പോവാനായിട്ട് ധൃതിപ്പെട്ട് നിൽക്കാണ്. അപ്പൊ ശരി, ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? വായിച്ചു നോക്കാം കേട്ടോ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.